നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇനി അങ്ങോട്ട് കുറച്ച് ഇനി 76 to 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൂടുതലും വന്നിരിക്കുന്നത് എക്കണോമി ബേസ്ഡ് ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് സയൻസ് ആൻഡ് ടെക്കും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്ത് പോകാം. എക്കണോമിയുടെ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയുന്ന കൺസെപ്റ്റുകൾ കുറവായിരിക്കും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു കൺസെപ്റ്റ് അറിയേണ്ട സാധനമില്ല. ഒരു കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം വരെയും കുറച്ചും കൂടി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ജനറൽ സാധനമാണ്. അത് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കേട്ടിട്ടുള്ള കാര്യമാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ കാണാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? സോ ക്വസ്റ്റ്യൻ നമ്പർ 1, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദി ആൻസർ യൂസിങ് കോഡ് ഗിവൻ ബിലോ. വായിച്ചു നോക്കിയേ. ആദ്യം നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചേ. ഇൻ്റർപോളിൻ്റെ ഓരോ നോട്ടീസാണ് ലെഫ്റ്റ് തരുന്നത്. റൈറ്റ് സൈഡിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതിൽ ഏതൊക്കെയാണ് ശരി തെറ്റെന്ന് പറയേണ്ടത്. എല്ലാവരും വായിക്കും. ഓക്കെ, എനി ഐഡിയ? പറഞ്ഞുതരാം, നോക്കിക്കോ. സിൽവർ നോട്ടീസ് എന്ന് പറയുന്നത് ശരിക്കും അൺഐഡൻറ്റിഫൈഡ് ബോഡീസ് അല്ല. അൺഐഡൻറ്റിഫൈഡ് ബോഡീസ് ബ്ലാക്കാണ്. ഇനി ബ്ലൂ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ടു കളക്ട് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് എ പേഴ്സൺസ് ഐഡൻറ്റിറ്റി, അത് ബ്ലൂ നോട്ടീസാണ്. അഡീഷണൽ ഇൻഫർമേഷൻ ബ്ലൂ അല്ലേ? അഡീഷണൽ ബ്ലൂ. സിൽവർ എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. ഏതെങ്കിലും അസറ്റ് കിട്ടാൻ വേണ്ടി, ഇനി ക്രിപ്റ്റോസ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അനലൈസ് ചെയ്യാനൊക്കെയുള്ള കാര്യമാണ് എവിടെ വരുന്നത്? സിൽവർ നോട്ടീസിൽ വരിക. ഇനി ഒരാളെ പറ്റി വാർണിംഗ് കൊടുക്കണമെങ്കിലോ പച്ച. ഓക്കെ, ഗ്രീൻ. അപ്പോൾ അതാണ് എൻ്റെ സംഗതി. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും നോക്കിയേ. ഗ്രീൻ നോട്ടീസ് ട്രേസ് ക്രിമിനൽ അസറ്റ്സ്, ബ്ലാക്ക് നോട്ടീസ്, ബ്ലൂ നോട്ടീസ്, സിൽവർ നോട്ടീസ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം വിട്ടുമല്ലോ, അതേതാ? ടു പ്രൊവൈഡ് വാർണിംഗ് അബൌട്ട് എ പേഴ്സൺസ് ക്രിമിനൽ ആക്ടിവിറ്റീസ് വേർ ദി പേഴ്സൺ ഈസ് കൺസിഡർഡ് ടു ബി എ പോസിബിൾ ത്രെറ്റ് ടു പബ്ലിക് സേഫ്റ്റി, അത് ഏതാ? അല്ല. ബ്ലൂ എന്ന് പറയുന്നത് അഡീഷണൽ ഇൻഫർമേഷനാണ്. സിൽവർ എന്ന് പറയുന്നത് ടു സീക്ക് ഇൻഫർമേഷൻ ഓൺ അൺഐഡൻറ്റിഫൈഡ് ബോഡീസ്. അപ്പോൾ പറഞ്ഞാൽ തെറ്റാണോ? ടു ഐഡൻറ്റിഫൈ ആൻഡ് ട്രേസ് ക്രിമിനൽ അസറ്റ്സ്, ഇതാണ് സിൽവർ. 4 ആണ് സിൽവർ. അപ്പോൾ സിൽവർ 4 വരും, അതായത് A4 വരും. 2 ഓപ്ഷൻ ഉണ്ട്. 4213 ആണോ 4123 ആണോ? ബി ഏതാ? ബ്ലൂ നോട്ടീസ് ഇതല്ലേ? അപ്പോൾ 4213. അങ്ങനെയാണെങ്കിൽ 76ൻ്റെ ആൻസർ എന്താ? സി. 4213 ആണ് ആൻസർ. 77. Which of the following statement is in relation to നിരന്തർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ആപ്ലിക്കേഷൻ? ഇത് ശ്രദ്ധിച്ച് വായിച്ചാൽ ആർക്കും കിട്ടും കേട്ടോ. ഇതാണ് പ്രത്യേകിച്ച് പ്രിപ്പയർ ഒന്നും ചെയ്യേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഏതൊരു ഓർഗനൈസേഷൻ ഇന്ത്യയിലുണ്ടെങ്കിലും ആ ഓർഗനൈസേഷനൊക്കെ ഒരു മാൻഡേറ്റ് ഉണ്ടാവും. മനസ്സിലായോ? സോ ആ മാൻഡേറ്റ് മാച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. നമുക്ക് നോക്കാം. നിരന്തരം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ടു ട്രാൻസ്ഫോം, അഡാപ്റ്റ് ആൻഡ് ബിൽഡ് റെസിലിയൻസ്, എ പ്ലാറ്റ്ഫോം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ്, MOFCCയുടെയാണ്. അപ്പോൾ ഇനി നോക്കിക്കോ. എക്കോസിസ്റ്റം സർവേ ആൻഡ് അനാലിസിസ്, ഇതിലേതാ ശരിയെന്ന് പറയണ്ടേ? എക്കോസിസ്റ്റം സർവേ ആൻഡ് അനാലിസിസ് ഇസ് എ വെർട്ടിക്കൽ അണ്ടർ ദിസ് പ്ലാറ്റ്ഫോം. സാധ്യതയുണ്ടോ? എക്കോസിസ്റ്റം സർവേ ആൻഡ് അനാലിസിസ് സാധ്യതയുണ്ട്. കാര്യം എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട സാധനമാണല്ലോ മെയിൻ ഡൊമൈൻ. എൻവയോൺമെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന സാധനമാണ്. മാത്രമല്ല നിരന്തരമാണ്. എന്താണ്? റെസീലിയൻസിന് വേണ്ടിയിട്ടുള്ള സാധനം. എൻവയോൺമെൻറ്റൽ റെസീലിയൻസ് ഒക്കെയാണ് അവരുടെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്കോസിസ്റ്റം സർവേ വേണമല്ലോ. എക്കോസിസ്റ്റം സർവേ ചെയ്യാൻ ഏറ്റവും നല്ല ബോഡി ഏത് തന്നെയാണ്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെയാണ്. അതോ ലോജിക്കലി കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ശരിയായിട്ട് അസ്യൂം ചെയ്യാം. സി, വെനെവർ യു ഗിവ് യുവർ ആൻസർ, വെനെവർ യു ട്രൈ ടു ക്രാക്ക് പ്രിലിംസ് ക്വസ്റ്റ്യൻസ്, യു ഷുഡ് റിലൈ നോട്ട് ഓൺലി ഓൺ യുവർ കണ്ടൻറ്റ്. കുറച്ച് റിസ്ക് എടുക്കണം നമ്മൾ. മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള അറിവ് ലോജിക്കലായിട്ട് ഇതിനെ മാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും കൂടെ ചെക്ക് ചെയ്താൽ മതി. ലോജിക്കലി സെറ്റ് ആവുന്നുണ്ടോ ബൊട്ടാണിക്കൽ? അപ്പോൾ അങ്ങനെ നമുക്ക് വീൽ അസ്യൂം ഇറ്റ് ടു ബി കറക്റ്റ്. അപ്പോൾ വി അസ്യൂംഡ് ഇറ്റ് ടു ബി കറക്റ്റ്. 1 is മേ ബി കറക്റ്റ്. 2 നോക്കിയടാ. റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എക്കോസിസ്റ്റം സർവീസസ് ഇസ് എ വെർട്ടിക്കൽ അണ്ടർ പ്ലാറ്റ്ഫോം സെൻട്രൽ സൂ അതോറിറ്റി. സൂ എന്താണ്? വാട്ട് ഇസ് സൂ? അനിമൽസിനെ കൊണ്ട് വെച്ച് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എക്സിറ്റീവ് പ്രൊട്ടക്ഷൻ മീൻസ് ആണ്. അവരുടെ പരിപാടിയാണോ എക്കോസിസ്റ്റം സർവീസ്? അല്ലല്ലോ. അപ്പോൾ ഇത് എക്സ്പ്ലിസിറ്റ്ലി റോങ് ആണ്. അപ്പോൾ ഇത് ഇല്ലോജിക്കൽ ആയതുകൊണ്ട് വി അസ്യൂം ഇറ്റ് ടു ബി റോങ്. 1 is ലോജിക്കൽ, 2 is ഇല്ലോജിക്കൽ, 3 കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് സപ്പോർട്ട്, അതായത് മൊത്തത്തിലുള്ള സംഭവം സെറ്റപ്പാക്കി എടുക്കാൻ. അത് ആരാ ചെയ്യാൻ പോകുന്നത്? ആയിരിക്കുമല്ലോ. ആയിക്കൂടെ? ഫോറസ്റ്റ് മാനേജർ. ഇതും ലോജിക്കലി കറക്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏതാ ശരി? 1 and 3 ആണ് കറക്റ്റ്. അപ്പോൾ 2 is wrong, 1 and 3. ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ശരിക്കും പറയുന്നത് ഡിഫിക്കൽട്ടാണോ? ആണോ? പക്ഷേ എന്നാ പറ്റുന്നറിയോ? നമ്മൾ എക്സാം ഹാളിൽ ഇരുന്നതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കാരണം അത് ക്ലിക്കാവത്തില്ല. ഭയങ്കര എളുപ്പമായ സാധനം. ഇത് ഓരോ ചോദ്യം റെട്രോസ്പെക്റ്റീവ്ലി നോക്കുമ്പം
അയ്യോ അത് ചെയ്യാമായിരുന്നു തോന്നും ചെയ്ത കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സാധനം, നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, യു ഷുഡ് ബി വെരി കൂൾ. പക്ക കൂളായിരിക്കണം. കൂളായിട്ട് എക്സാമിനെ ഹാൻഡിൽ ചെയ്താൽ യു വിൽ ഗെറ്റ് ത്രൂ. ഇത് പ്രൂഫ് അല്ലേ? ദിസ് ക്വസ്റ്റ്യൻ ഇസ് എ പ്രൂഫ് ഫോർ ദാറ്റ്. We'll see the next question. So probably, but this question is not a proof. It is something against that. You have to have the content. എന്നാലും സിൽവർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇതായിട്ട് വേണമെങ്കിൽ മാച്ച് ചെയ്യാം. ബ്ലാക്ക് നമുക്ക് മാച്ച് ചെയ്യാം അല്ലേ? അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എലിമിനേഷൻ ചെയ്യാം താഴെ. ബ്ലൂവും ചെയ്യാം. ഫൈൻ. മൂവിങ് അഹെഡ്. 78. The Chancellor of the Federal Republic of Germany. പണ്ട് ഇങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ നോക്കിയേ, ഇയാൾ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തത് നോക്കൂ. ജർമ്മനി വിസിറ്റഡ് ഇന്ത്യ ഇൻ ജാനുവരി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് കറക്റ്റ്. പത്രം വായിക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി അല്പം കലങ്ങും. പത്രം വായിക്കാത്ത ആൾക്കാർക്ക്, കമ്പൈലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പാടായിരിക്കും. ലോജിക്കലി ക്രാക്ക് ചെയ്തെടുക്കാനാണെങ്കിലും ഇത് ഇച്ചിരി കടുപ്പമാണ്. കാരണം അയാൾ വന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് അറിയത്തില്ലല്ലോ. പക്ഷേ നമ്മൾക്ക് ഇൻ്റർനാഷണൽ റിലേഷൻസുമായിട്ട് കുറച്ച് ബന്ധമുണ്ടെങ്കിൽ, പത്രം വായനയിലൂടെ ബന്ധമുണ്ടെങ്കിൽ, ജർമ്മനിയുമായിട്ടുള്ള ബന്ധം എങ്ങനത്താണെന്നും എന്തൊക്കെ തരം പൊട്ടൻഷ്യൽ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകും, ബന്ധങ്ങളിൽ ഉണ്ടാകാം എന്നൊക്കെയൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. ആ ഇൻറ്റ്യൂഷൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് പിടിച്ചു നോക്കാം. ഓക്കെ. സൈനിങ് ഓഫ് എ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആൻഡ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ഹാംബർഗ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയും യൂണിവേഴ്സിറ്റി ഓഫ് ഹാംബർഗും. സാധാരണ MOUs ആർ ഓൾ സൈൻഡ് ബൈ ഇൻഡിവിജ്വൽ. അത് ഉറപ്പാണ്. കാരണം വെച്ചാൽ ഡാറ്റ് സ്കോളർഷിപ്പ് എന്നൊരു സ്കോളർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ IITയും ജർമ്മനിയുടെ യൂണിവേഴ്സിറ്റീസുമായിട്ടൊരു കൊളാബാണ്, ഒരു സ്കോളർഷിപ്പാണ്. അത് യൂണിവേഴ്സിറ്റീസ് തമ്മിലാണ് സാധാരണ ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ കൺട്രീസ് തമ്മിൽ MOU ഒന്നും വേണ്ട. കൺട്രീസ് തമ്മിൽ ഒരു MOU വേണ്ടത് എഡ്യൂക്കേഷണൽ സെക്ടറിൽ നമ്മൾ കൈകോർക്കും എന്നൊരു MOU വേണം. ബാക്കിയൊക്കെ യൂണിവേഴ്സിറ്റീസാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനൊരു സാധനം സാധാരണ ഇദ്ദേഹത്തിൻ്റെ ആവശ്യമുണ്ടോ ഇത് ചെയ്യാൻ? ഇല്ല. അപ്പോൾ അവിടെ അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത് കളയാനേ. അപ്പോൾ അങ്ങനെയാണ് ഇത് നോട്ട് നെസസറിലി. Signing of a memorandum of understanding on youth hockey development between Hockey India and German Hockey Federation. That can be a, not sure, but these are all ഇതെന്താണ് നമുക്ക് പക്ഷേ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഐഡിയ കിട്ടിയോ? ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാനൊക്കത്തില്ല. അടുത്ത 3 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ബൈലാറ്ററൽ ഡയലോഗ് മെക്കാനിസം ഓൺ ദി ഇൻഡോ പസഫിക്. ഈ ഓപ്ഷനെ പറ്റി എന്നാ പറയാം? 3. തേർഡ് ഓപ്ഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ബൈലാറ്ററൽ ഡയലോഗ്, 2 പേര് തമ്മിലുള്ള ഡയലോഗ് മെക്കാനിസം ഓൺ ദി ഇൻഡോ പസഫിക്. ഇൻഡോ പസഫിക്കിലല്ലേ നമ്മളൊക്കെ വരുന്നത്? അതെന്തായാലും വേണമല്ലോ. അത് ഇല്ലോജിക്കൽ അല്ല എന്തായാലും. ദാറ്റ് ഈസ് ലോജിക്കലി പോസിബിൾ. കാര്യം നമുക്ക് ഡയലോഗ്സിലൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനൊരു മെക്കാനിസം വേണം, ബൈലാറ്ററൽ ഡയലോഗ് മെക്കാനിസം വേണം എന്നാണ് പറയണത്. പോസിബിളാണ്. അപ്പോൾ 3 നമുക്ക് എടുക്കാവേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 and 4 ഉണ്ട്, 2 and 3 ഉണ്ട്. 3 and 4 ഉണ്ട്, 2 and 3 ഉണ്ട്. വി ഷുഡ് ഐഡൻറ്റിഫൈ ഇതിൽ 2 ആണോ ശരി, 4 ആണോ ശരി. ഇനി അതാ നോക്കേണ്ടത്. 4 നോക്കൂ. ഓപ്പണിംഗ് ഓഫ് എ ഓണററി കൺസൽ ഓഫ് ജർമ്മനി ഇൻ ലക്നൗ. യെസ്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? അതിന് ഇത് മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ആൻസർ ഇസ് 2 and 3 ആയിരിക്കാനാണ് സാധ്യത കേട്ടോ. ഇത് UPSCയുടെ കീ വരുമ്പോഴേക്കും നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ചാൻസസും നമ്മുടെ സാധ്യതകളും മാത്രമല്ല ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സാധനം എന്നാന്നുള്ളത് UPSCയുടെ കീ വരുമ്പോൾ വീൽ നോ ഇല്ല. അപ്പോൾ 2 and 3 തന്നെയാണ് ലോജിക്കലി. അപ്പോൾ നമുക്ക് 2 and 3ലേക്ക് തന്നെ വരാമല്ലോ. 79. Which of the following statements about Dhruv 64 is or correct? Dhruv എന്നുള്ള സാധനം കേട്ടിട്ടുണ്ടോ? Dhruv ഇത് ആക്ച്വലി കുറേ തവണ വാർത്തയിൽ വന്നതാണ്. നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്യുന്നു വേണ്ട. നിങ്ങൾ എവിടെ പോയി നോക്കിയാലും നിങ്ങൾ കാണുന്നത് ഏത് കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ എടുത്താലും കാണുന്ന സാധനം. സയൻസ് ആൻഡ് ടെക്കിൽ കാണുന്ന ഒരു വാർത്തയാണ് ധ്രുവ്. അതൊരു IC ചിപ്പാണ്. ഓക്കെ. IC ചിപ്പാണ് ശരിക്കും. ധ്രുവ് എന്നുള്ള സാധനം ഈ പറഞ്ഞ IC ചിപ്സ് ഉണ്ടാക്കാനായിട്ട് വർക്ക് ചെയ്യുന്ന 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. IITs ഒക്കെ ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മളുടെ സ്വന്തം CDAC എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നവരാണ്. പരം സീരീസ് കേട്ടിട്ടുണ്ടോ? പരം ശിവായ്, പരം ശക്തി. നമ്മുടെ പലതരം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. നോർമൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ സൂപ്പർ കമ്പ്യൂട്ടിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ പിന്നിലാണ് റാങ്കിങ്ങിൽ. എന്നാലും സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചെയ്യുന്നുണ്ട്. ഹ്യൂജ് കപ്പാസിറ്റിയാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനുള്ളത്. നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സ്വന്തം സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് CDAC, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. ഇറ്റ്സ് എ സെൻട്രൽ റിസർച്ച് ഏജൻസി. ഇത് കൂടാതെ നമ്മുടെ എന്താണ് ട്രോപ്പിക്കലല്ല, നമ്മുടെ മീറ്റിയോളജിക്കൽ ടീംസില്ലേ, അവർക്ക് സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടറുണ്ട് ഈ ക്ലൈമറ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ട്.
അതൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. അങ്ങനെയുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് സ്വന്തമായിട്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും മെയിൻ പ്ലെയർ ആരാ? സീഡാക്ക. അപ്പം ശരിക്കും പറഞ്ഞാൽ ട്രൂ 64 ആരാ നോക്കാം. ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാൻ നോക്കിയേ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എക്സ്ട്രാ കണ്ടൻറ്റ് തന്നാ. ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാൻ നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പക്ഷേ ഏതൊരു ന്യൂജൻ പയ്യനും അല്ലെങ്കിൽ ന്യൂജൻ പെൺകുട്ടിക്കും അറിയുന്നൊരു സാധനമുണ്ട്. കമ്പ്യൂട്ടർ 64 ബിറ്റാണോ 32 ബിറ്റാണോ നിങ്ങളുടെ സിസ്റ്റം? അറിഞ്ഞിരിക്കേണ്ട സാധനം ഇത്. പണ്ടൊക്കെ ഞാനൊക്കെ എൻ്റെയൊക്കെ സ്കൂൾ ടൈംസിൽ നമ്മുടെ വീട്ടിൽ ഡെസ്ക്ടോപ്പ് ഉണ്ടല്ലോ, ലാപ്ടോപ്പ് ആണെങ്കിലും അതൊക്കെ 32 ആണ്. ഇത് 32 ബിറ്റ്സ് ആണ്. ഇപ്പോഴുള്ള സാധനമൊക്കെ 64 ബിറ്റാണ്. നിങ്ങൾ വിൻഡോസിൽ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറി നോക്കിയാലും അവർ ചോദിക്കും 64 ബിറ്റ് വേണോ 32 ബിറ്റ് വേണോ എന്ന്. സോ ബേസിക്കലി നിങ്ങളുടെ സിസ്റ്റം ഇപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ എന്നാണ്? 64 ബിറ്റാണ്. സോ 64 എന്നുള്ള നമ്പർ കാണുമ്പോൾ തന്നെ കണക്റ്റ് ആവണത്. ക്ലിയർ ആയോ? അപ്പോൾ അതൊരു ചിപ്പായിരിക്കാം. ഇറ്റ് ഇസ് എ തേർഡ് ചിപ്പ് fabricated under the DIR microprocessor of India, India's first homegrown 1 GHz 64-bit dual-core microprocessor. രണ്ടും ശരിയാവാനാണ് സാധ്യത. കാര്യം ഇതൊരു ഫാക്ച്വൽ സാധനം. ഇതിൽ ഇമാതിരി ഫാക്ച്വൽ സാധനങ്ങളൊന്നും UPSC നമ്മൾ കൃത്യമായിട്ട് അറിയണമെന്ന് ശഠിക്കില്ല. സോ ദിസ് ഈസ് എ പൊട്ടൻഷ്യൽ യെസ്. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് if it is the first homegrown one, it can be the third chip, right? If this is the first homogeneous one or homegrown one, this can be the third chip. Logically both are correct and both are going together, so we'll assume it to be correct. If that is the case, answer should be both 1 and 2. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തു ഇതിൻ്റെ ഉത്തരം ഇത് തന്നെ. ഐ ആം വെരി ഷുവർ. സോ 1 and 2. അടുത്ത് നമുക്ക് 7980 പോകാം. BIS പറ്റിയാണ്. BIS ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എഴുതി വരുമ്പോഴേക്കും ഇത് പുതിയ ക്വസ്റ്റൻ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. BIS ക്വസ്റ്റൻ 3-4 വട്ടം മുന്നേ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായി? 2016 ശേഷം ഇത് 2 വട്ടം കണ്ട ചോദിച്ചിട്ടുണ്ട്. BIS ഇതേ ചോദ്യമല്ല, പക്ഷേ BIS പറ്റിയുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഇത് കാണുന്നത് ഈ നമ്പേഴ്സ് ഇല്ലേ, എവിടെയത് 19445 2025 എന്നുള്ളത്. ഈ നമ്പേഴ്സൊക്കെ ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിലൊക്കെ ഒരു തെറ്റ് വരുത്തുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂഷ്വലി BIS നമ്പേഴ്സിലൊന്നും UPSC എന്ത് ചെയ്യില്ല, തെറ്റിടത്തില്ല. അതൊക്കെ ഒരു കറക്റ്റായിട്ട് തന്നെ കൊടുക്കും. കുറച്ചും കൂടി വേറെ ഏതെങ്കിലും സ്പേസിലായിരിക്കും അവർ തെറ്റുണ്ടാക്കുക. ഈ നമ്പർ സ്പെസിഫിക്കലി ഫോർ വാട്ട്? എന്തെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചോ? ബോംബ് സിസ്റ്റം. എന്താ ബോംബ് ഡിസ്പോസൽ സിസ്റ്റം? ഇറ്റ്സ് എ നാഷണൽ ഇൻട്രൊഡ്യൂസ്ഡ് എ നാഷണൽ സ്റ്റാൻഡേർഡ് ടു ടെസ്റ്റ് ആൻഡ് അസസ് ദി ബോംബ് ഡിസ്പോസൽ സിസ്റ്റം. ഏതൊക്കെയാണ് ശരി? ന്യൂ സ്റ്റാൻഡേർഡ് ഇസ് നോൺ ആസ് 445/2025. 25 എന്നുള്ളത് കറക്റ്റ് ആയിരിക്കുമോ? ആവാം. വർഷം, ഇയർ ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾക്ക് അറിഞ്ഞിടത്തോണ്ട് നമ്മൾ തൽക്കാലം ഹോൾഡ് ചെയ്യാം. വി ആർ ഹോൾഡിങ് ഇറ്റ്. It will improve interoperability of equipment across agencies. അത് ശരിയല്ലേ? എന്തായാലും ഇങ്ങനെ ഒരു സാധനം വന്നാൽ നെഗറ്റീവ് ആയിരിക്കില്ലല്ലോ, പോസിറ്റീവ് സാധനം ആയിരിക്കില്ലേ? ഇതൊരു പോസിറ്റീവ് സാധനമല്ലേ? അപ്പോൾ അത് എടുത്തൂടെ നമുക്ക്? ഇത് പഠിക്കണ്ട, ഇത് പഠിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. എടുത്തൂടെ? B ഓപ്ഷൻ എടുത്തൂടെ? ശരി, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ശരിയാണെന്ന് കൂട്ടാം. ഫസ്റ്റ് ഓപ്ഷൻ ഉറപ്പില്ല. എന്നാലും UPSC സാധാരണ ഇങ്ങനെ തെറ്റിക്കാറില്ല. ഇത് പക്ഷേ ശരിയാണ്, ലോജിക്കലി ശരിയാണ്. 3 ഡെവലപ്ഡ് ബൈ TBRL DRDO ഇൻ കൊളാബ്. ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? എന്തു പറ്റി? എന്താണത്? താങ്ക് യു. സോ ടെൽ മീ ദിസ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബ്രോ. ഇത് കട്ട് ചെയ്യണം, ഈ ഏരിയ ഒന്ന് കട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യുമ്പോൾ. ബ്രോ ആണ് എഡിറ്റർ. ഓക്കെ. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് ഇൻ്ററോപ്പറബിലിറ്റി. ശരിയായി. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ TBRL DRDO ഇൻ കൊളാബറേഷൻ വിത്ത് ദി 30th സെൻട്രൽ സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റഷ്യ. ബോംബിൻ്റെ ഒരു ഇത് റഷ്യയുമായിട്ട് നമ്മൾ ശരിക്കും ചെയ്യണമെന്നുള്ളത് പണ്ട് നമ്മൾ ഈ ആംസ് ഡീലും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡീൽസിലും ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സാധനം ഉള്ളപ്പോൾ ഈ റഷ്യയാണ് എൻ്റെ പ്രശ്നം. റഷ്യയായിട്ട് എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. റഷ്യ ഞാൻ ഭയങ്കര കമ്പനിയാണ്. പക്ഷേ ദ പോയിന്റ് ഇസ്, ഇവിടെ റഷ്യ വരേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്സിമം ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യാൻ നോക്കുക ഇതുപോലെ സാധനങ്ങളിൽ. എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ആംസ്, അമ്യൂണിഷൻസ്, വി ആർ ട്രൈങ് ടു അറ്റൈൻ ഇൻഡിപെൻഡൻസ്. സോ ഈ റഷ്യയുടെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ശരിയാവാനുള്ള സാധ്യതയുണ്ട്. 1 തെറ്റാനുള്ള സാധ്യത കുറവാണ്. 3 എന്തായാലും തെറ്റാണ്. കാര്യം റഷ്യ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി. 1 and 2 1 ഉള്ളു. ഏത് വേണം? 1 and 2 എടുക്കുന്നതാണ് സേഫ്. സോ വിൽ ഗോ വിത്ത് 1 and 2. UPSCക്ക് വരുമ്പോൾ നോക്കാം 1 and 2 ആണോ എന്ന്. സോ അവർ ആൻസർ ഇസ് 1 and 2. X ബോൺ ഇൻ UK. ഒരു ഐഡിയ വേണ്ട. സിമ്പിളാണ് സംഭവം, ഭയങ്കര സിമ്പിളാണ്. ഇത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞുതരാം. ഞാനിത് എങ്ങനെയാണ് കാണുന്നത്, ഞാൻ എങ്ങനെയാണ് കാണുന്നത് പറയാം. ആദ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്യും, എന്നിട്ട് ഞാൻ പറയാം എൻ്റെ ഒരു ചിന്ത. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കരുത്. എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ടുണ്ടാവും.
ഈ പറയല്ലേ കള്ളന്മാരെന്തെങ്കിലും ഇട്ടിട്ട് പോകുന്ന ഒരു സാധനം, അതുകൂട്ടൊരു സാധനം ഉണ്ട് ഇതിനകത്ത്. എടാ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം സയൻസ് ആൻഡ് ടെക്നോളജി ന്യൂസ് ആയിട്ട് ഞാൻ ചെറുതായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നൊബേൽ ലോറേറ്റ് ആരാന്നറിയാം, പക്ഷേ 2 പേരുണ്ട്. അതായത് എക്സ് ബോൺ ഇൻ ദി UK വാസ് കൺഫേർഡ് ദി നോബൽ പ്രൈസ് ഇൻ 2025. അപ്പോൾ അത് കുറേ പേർ കൊടുത്തിട്ടുണ്ടല്ലോ, ആരാന്ന് അറിയത്തില്ല. നെക്സ്റ്റ് ക്ലൂ, ഹി വാസ് എ പ്രൊഫസർ ഇൻ എൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി വെൻ ദിസ് പ്രൈസ് വാസ് അനൗൺസ്ഡ്. മിക്കവാറും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാർക്ക് ഈ സാധനം കിട്ടുന്നത് ആണ്, അല്ലെങ്കിൽ യൂറോപ്പിലായിരിക്കും. സോ ബേസിക്കലി ഈ തന്നയ്ക്കുന്ന ആൾക്കാരിൽ എനിക്കറിയുന്ന ആൾക്കാർ ഇദ്ദേഹത്തിനെ എനിക്കറിയാം, ഇദ്ദേഹത്തിനെ എനിക്കറിയാം. കാരണം ഇവർ 2 പേരും നൊബൽ പ്രൈസ് മേടിച്ചത് ഫിസിക്സിനാണ്, ക്വാണ്ടം ഫിസിക്സിനാണ്. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറഞ്ഞൊരു സാധനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ബേസിക് സാധനം പറഞ്ഞില്ലേ കഴിഞ്ഞ ഫസ്റ്റ് ലെക്ചറിൽ. സോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് സാധനത്തിനകത്ത് നമ്മൾ ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞ സാധനത്തെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അതൊരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. നമുക്ക് മേ ബി ഈ വാളിൻ്റെ അപ്പുറത്ത് നമുക്കൊരു പാർട്ടിക്കിളിനെ ഇവിടെ നിന്ന് കടത്തി വിട്ടാൽ എനർജി ലോസ് ഇല്ലാതെ തന്നെ ഈ പാർട്ടിക്കിൾ അപ്പുറത്തുണ്ടാവും. വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ്സ് ആക്ച്വലി പോസിബിൾ. ടെലിപോർട്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഹയർ എൻഡ് സാധനമാണ്. ക്വാണ്ടം ടണലിംഗ് എൻ്റെ ഒരു ലോവർ സാധനമാണ്, ക്വാണ്ടം സ്കെയിലിനുള്ളൊരു സാധനമാണ്. സോ അതാണ് ഇദ്ദേഹം കണ്ടുപിടിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തത്. ആൻഡ് പുള്ളി ചെയ്തത് നെയ്ക്കഡ് ഐസിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം പുള്ളി ഉണ്ടാക്കിയെന്നുള്ളതാണ്. അതാണ് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ. 2 പേരാണ് ഒരുമിച്ച് ചെയ്തത്. അത് ചെയ്തായിരിക്കുക മൈക്കൽ എച്ച് ഡിവോറേറ്റും ജോൺ ക്ലാർക്കും. പക്ഷേ ചോദ്യത്തിൽ ഒരാളേ ഉള്ളൂ. അവിടുത്തെ കീ എന്നാണെന്നറിയോ? UK. ഇതിൽ UK ബോൺ ആരായിരിക്കും? ക്ലാർക്കിലും. കാരണം എന്താ? സിനിമ കാണുന്ന ആൾക്കാർക്ക് അത് കണക്റ്റ് ആവും. ഇനി അതല്ലെങ്കിൽ വേറൊരു സാധനമുണ്ട്. ഞാൻ എൻ്റെ തലയിൽ പോയി എന്താ, ക്ലാർക്സിൻ്റെ ഷൂസ് ഉണ്ട്. ക്ലാർക്സിൻ്റെ ഷൂസ് അറിയാമോ നിങ്ങൾക്ക്? ക്ലാർക്സിൻ്റെ ഷൂസ്. സോ ക്ലാർക്സിൻ്റെ ഷൂസ് ഇംഗ്ലണ്ടിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ 1800s ഉണ്ടായിട്ടുള്ളൊരു കടയാണ്, വൺ ഓഫ് ദി വെരി ഓൾഡ് സ്റ്റോഴ്സ്. സോ ക്ലാർക്ക് ഇസ് എൻ ഇംഗ്ലീഷ് നെയിം. അങ്ങനെയാണെങ്കിൽ UK ആണെങ്കിൽ ഇയാളായിരിക്കും. ഇനി ഇതെന്തുകൊണ്ടാവില്ല? മൈക്കിൾ എന്നുള്ള വേർഡും ഇംഗ്ലീഷ് നെയിമാണ്. പക്ഷേ എഗെയിൻ ഡെവറേറ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഡെവറേറ്റ് എന്നല്ല ഡെവോർ എന്ന് വായിക്കണ്ടേ. വിറ്റ്സ് എ ഫ്രഞ്ച് ആക്സെൻറ്റഡ് നെയിം. ഹീസ് ഫ്രം പാരീസ്. മനസ്സിലായി? ആ ഡെവർ എന്നുള്ള പേരിൽ നമുക്ക് ആ റൂട്ട് എറ്റിമോളജിയുടെ കാര്യം അനന്തു രാവിലെ പറഞ്ഞില്ലേ? രാവിലെ അല്ല, കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ? സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ വർക്ക് ഓൺ നെയിംസ്. അങ്ങനെയാണ് നമുക്കിത് ജോൺ ക്ലാർക്ക് എന്ന് അടിക്കാൻ പറ്റുന്നത്. അത് കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കേടാ. മൂവിങ് അഹെഡ് 82 ഗ്രാൻഡ് സ്ലാം. ഇത് ഇത്തവണ എനിക്ക് തോന്നുന്നു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ. because the tournaments, ഗ്രാൻഡ് സ്ലാമിനെ പറ്റി പറയുമ്പോൾ the tournaments have a shared governance structure establishing the partnership among the 4 ഗ്രാൻഡ് സ്ലാം tournaments. ഒരു പ്രശ്നം കേട്ടോ, ഉത്തരം ഉണ്ട്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ഉണ്ട്. ഇത് ശരിയാ. ഇനി സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞേ, they are open for entry to most of the keys. നമ്മളിപ്പോൾ ഇതിനു മുമ്പ് പല അക്കാഡമികളും കീസ് ഇട്ടല്ലോ. മോസ്റ്റ് ഓഫ് ദി കീസ് പറയണത് ഈ ഓപ്ഷൻ ശരിയെന്നാണ്. പക്ഷേ തെറ്റുന്നതാണ് എൻ്റെ ഒരു തോട്ട് കേട്ടോ, മൈ പേഴ്സണൽ തോട്ട് തെറ്റുന്നതാണ്. കാരണം they are open for entry to all internationally ranked tennis players above the age of 14. That is partially correct. 500 വരെ വരണം, 500ന് മുകളിൽ വരണം. ടോപ്പ് 500-നകത്തുള്ള ആൾക്കാർക്കേ ഉള്ളൂ എൻട്രി ഗ്രാൻഡ് സ്ലാമിൽ. അപ്പോൾ അങ്ങനെ ഒരു നമ്പറുണ്ട്. അത് റൂൾ ബുക്കിനകത്തുള്ള സാധനമാണ്, ഇവരുടെ റൂൾ ബുക്കിനകത്തുള്ള സാധനമാണ്. അല്ലത്തന്നെയും ഓൾ എന്ന് പറയുമ്പോൾ there are lots of people. ഓക്കെ, സോ അത് ഹൈലി അൺലൈക്ലിയാണ്. സോ ഞാനത് എലിമിനേറ്റ് ചെയ്യും. ക്യൂപിസിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം ഏതാ ശരിയെന്ന്. ഞാനത് എലിമിനേറ്റ് ചെയ്യാണ്. ഐ കൺസിഡർ ദിസ് എസ് റോങ്. 2, 3 there is a limitation on the number of wild cards a player may receive to compete in a Grand Slam tournament. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. ഇൻ എ സീസൺ ലിമിറ്റേഷൻ ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ മൈ ആൻസർ ഇസ് 1 only. എൻ്റെ ആൻസർ 1 only. നിങ്ങളത് കുറിച്ച് വെച്ചോ. എന്നിട്ട് UPSC കീ വരുമ്പോൾ നോക്ക് നമ്മുടെ എക്സ്പ്ലനേഷൻ ആണോ കറക്റ്റ്, അതോ വേറെ ഏതെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഏതാ 82? ഏതാ? ഇല്ല, 81 കഴിഞ്ഞിട്ട് 82. ഇവിടെ നല്ലേ നീ. which of the following pairs of 83 which one of the following pairs of semiconductor plants in India and their location is not correctly matched? See, I'll tell you this. If I were the one who's actually giving the examination, probably I might not learn this data. പിന്നെ പഠിക്കണം കേട്ടോ, അത് പഠിക്കണം. പക്ഷേ some questions are meant to be like left behind. This is one such question where I will leave it. Clear ആയോ? So you don't have to attend every questions in the question paper. There are questions which one should choose and there are questions which one should
skip. So this is one such question for me because I am not sure about the fact. This is a എന്താണ് ഇന്ത്യ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. തെറ്റായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് ഏതാണെന്ന് ചോദിക്കുന്നത്. തെറ്റ് പെയർ ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ. ഇതിലിപ്പോൾ നമ്മൾ ഹൗ ക്യാൻ വി ഡു ദാറ്റ്? ഇതെല്ലാം പ്രൈവറ്റ് കമ്പനീസ് ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇനി ആഫ്റ്റർ അനലൈസിങ് ദി കീ ഫോർ എക്സ്പ്ലനേഷൻ സേക്ക് ഞാൻ നോക്കിയതിന് ശേഷം ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് മധ്യപ്രദേശ് തെറ്റാണ്. ഇത് ഗുജറാത്തിലാണ് വരുന്നത്. പ്രോബബ്ലി പീപ്പിൾ ഹു ഹാവ് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ കൺസിസ്റ്റൻ്റ്ലി അവർക്ക് ചിലപ്പോൾ ഇത് കിട്ടുമായിരിക്കും. ഈ വട്ടത്തെ പിള്ളേരുണ്ടല്ലോ, ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സും സെക്കൻഡ് അറ്റംപ്റ്റേഴ്സും ഒക്കെ ഉണ്ടല്ലോ. പ്രോബ്ലി പീപ്പിൾ ഇഫ് ദേ വെർ ആക്ച്വലി റീഡിങ് ന്യൂസ് പേപ്പർ ഓൺ എ ഡെയിലി ബേസിസ് ആൻഡ് ലൈക്ക് നല്ല മെമ്മറി പവറൊക്കെ ഉണ്ടെങ്കിൽ പ്രോബ്ലി ദേ വിൽ ഐഡൻറ്റിഫൈ മധ്യപ്രദേശ് അല്ല ഗുജറാത്താണെന്നുള്ളത്. എന്നടാ സാധാരണ ശ്രദ്ധിക്കാറില്ല, വിട്ട് സ്കിപ്പ് ചെയ്ത് വിടുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് സ്കിപ്പ് ചെയ്യും. കാരണം ഈ സമയം കളയുന്ന നേരത്ത് വേറെ 2 ക്വസ്റ്റ്യൻ പിടിക്കാൻ പറ്റും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് അടിക്കും. ആൻസർ ഇസ് ഗുജറാത്താണ്. സോ ആൻസർ റോങ് ആൻസർ ഇസ് സി. മൂവിങ് അഹെഡ്. Question number 84. Which of the following statements with regard to India's indigenous new high resolution weather model, the Bharat forecast system? വെതർ മോഡലാണ്, ഭാരത് ഫോർകാസ്റ്റ് ആണ്. അവർ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ കാണുന്ന എൻ്റെ കണ്ണ് വീഴുന്ന സാധനം അതിലൊക്കെയാണ്. ഹൈ റെസൊല്യൂഷൻ തന്നെ ചെറിയ സാധനം വരെ കാണാം അല്ലേ, ചെറിയ സാധനം വരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതാണ് ഹൈ റെസൊല്യൂഷൻ. ഭാരതിൻ്റെ സ്വന്തമാണ് അല്ലേ. ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കാം, ലോജിക്കലി ബൈൻഡ് ആവുന്നുണ്ടോ നോക്കാം. ഒബ്ജക്റ്റീവ് ഇസ് ടു ജനറേറ്റ് ഫോർകാസ്റ്റ് അറ്റ് ദി പഞ്ചായത്ത് ക്ലസ്റ്റർ ലെവൽ. ശരിയായിരിക്കോ? എടാ ഹൈ ഡെഫിനിഷനാ, അല്ലാതെ തന്നെ നമുക്ക് നാസയൊക്കെയുണ്ടല്ലോ, ദേ ഹാവ് ലൈക്ക് 1 സെൻറ്റിമീറ്റർ പൊസിഷൻ. ഇൻഫാക്ട് ഇന്ത്യയിലെ സാധനങ്ങൾക്ക് മീറ്റർ പൊസിഷൻ ഉണ്ട്. ഡസൻ മാറ്റർടാ. എടാ അതിനിപ്പോൾ എന്നാ പ്രശ്നം? ഇത് നോക്ക്, നമ്മുടെ ടെക്നോളജി ഈസ് അഡ്വാൻസ്ഡ് ദാറ്റ് വി ക്യാൻ ആക്ച്വലി ട്രാക്ക് a car being driven in a road from space. So basically this is actually possible. അങ്ങനെയാണെങ്കിൽ since it is a high definition system, one is logically correct. IIT ഡൽഹി ഇങ്ങനത്തെ സാധനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. IIT ഡൽഹിയുടെ പരിപാടിയാണത്. IIT ഡൽഹി ഇസ് ആൻ അക്കാഡമിക് സെൻറ്റർ, അവരത് ചെയ്യേണ്ട. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ആ ടീംസാണ് ചെയ്യണത്. അവർക്ക് ഹൈ എൻഡ് സിസ്റ്റംസ് ഉണ്ട്, അവർക്ക് സ്വന്തമായിട്ട് സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. ആൻഡ് അവരുടെ മാൻഡേറ്റ് ഇതാണ്, ക്ലൈമറ്റ് സ്റ്റഡീസും കാര്യങ്ങളാണ്. സോ ദേ ആർ ദി വൺസ് ഡൂയിങ് ഇറ്റ്. ഇനി നിങ്ങൾക്കൊരു ടേക്ക് അവേ ഞാൻ തരാം. യൂഷ്വലി UPSC തെറ്റിക്കുന്നത് ഈ സാധനമാണ്. മനസ്സിലായോ? അതായത് ഏത് ഓർഗനൈസേഷനാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെയാണ് തെറ്റിക്കുക. നേരത്തെ റഷ്യ കണ്ടില്ലേ തെറ്റിച്ചതുപോലെ, അതുപോലെയാണ് ഇത് തെറ്റിച്ചിരിക്കണേ. സോ നമ്മളെപ്പോഴും കാണേണ്ടത് ഓൾവേസ് സീ ദി ക്വസ്റ്റ്യൻ ത്രൂ ദി ഇവാലുവേറ്റേഴ്സ് ഓർ ദി എക്സാമിനേഴ്സ് ലെൻസ്. അയാൾ കാണുന്ന കാഴ്ച എന്തായിരിക്കും, അയാൾ എവിടെ തെറ്റിക്കണമെന്ന് വിചാരിക്കുന്നു, അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. സോ വെൻ യു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഡൂയിങ് ക്വസ്റ്റ്യൻ പേപ്പർ, ഐഡൻറ്റിഫൈ ഇതിൽ എവിടെ ആയിരിക്കും ഒരു എക്സാമിനർ തെറ്റിടാൻ സാധ്യത. സോ ഇതൊരു ഹോട്ട് സ്പേസ് ആണ്, അയാൾക്ക് തെറ്റിടാൻ പറ്റിയ സാധനമാണ് IIT ഡൽഹി. കുറച്ച് കൺവിൻസിങ് ആണ്, എന്നാൽ ഇല്ലോജിക്കലാണ്. റൈറ്റ്, തലവെക്കുന്നുണ്ട്. ഡസൻ മാറ്റർ. ഇത് മെയിൻ മാൻഡേറ്റ് തന്നെ. ഭാരത് ഫോർകാസ്റ്റ് വെതർ exclusively reserved for them. Moving ahead. ബാഫ്റ്റ ഉള്ളൊന്നും പറയാനില്ല. ഓൾ ദി അബവ്. വായിക്കേ. ശരിയാണ്. ലക്ഷ്മിപ്രിയ ശരിയാണ്. ചിൽഡ്രൻ ആൻഡ് ഫാമിലി ഫിലിം കാറ്റഗറിയിലെ ഫസ്റ്റാണ്. ഓക്കെ, ഓൾ ആർ കറക്റ്റ്. സാധാരണ ഇതൊന്നും പഠിച്ചു പോകുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ എന്താണ് പത്രത്തിൽ ജസ്റ്റ് കണ്ടു പോകുമ്പോൾ സിനിമയോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന സാധനമാണ്. മനസ്സിലായോ? ഇത് അങ്ങനത്തെ ഒരു സാധനം. സോ എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷേ കുറച്ചുകൂടി ശരിയാക്കും ഇത്. മൂവിങ് അഹെഡ്. 86. Which of the following statements regarding the features of blockchain technology are correct? ഇതിലെ പല കീസിലും ഞാൻ നോക്കി, പല കീസിലും എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് തെറ്റാണ്. പല കീസും, അതായത് എനിക്കാണ് വളരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള അക്കാഡമീസ് ഉണ്ടല്ലോ ഡൽഹിയിലും കേരളത്തിലും ഒക്കെ ട്രിവാൻഡ്രത്തും ഒക്കെ, അവരോടൊക്കെ കീ ഞാൻ നോക്കി, പക്ഷേ അത് തെറ്റാണ്. മോസ്റ്റ് ഓഫ് ദി കീസ് റോങ്. ഇതിൻ്റെ കാര്യം പറഞ്ഞു തരട്ടെ. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാധനം 2 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ഇസ് ചിലപ്പോൾ UPSC ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സാധനമായിരിക്കും ഇത് പ്രോബ്ലി. അതായത് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ സാധനം എന്താ, നമ്മളൊരു എൻക്രിപ്ഷനാണത്. സോ ഞാനിപ്പോൾ ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്തു. ആ 1 ലക്ഷം രൂപ അയാൾ മേടിച്ചിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അതൊരു ബ്ലോക്കായിട്ട് ആഡ് ചെയ്യപ്പെടുകയാണ് ആ ചെയിനിൽ. ഇനി അടുത്ത് മറ്റൊരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഒരു ബ്ലോക്ക് അതിനകത്ത് ആഡ് ചെയ്യപ്പെടുകയാണ്. സോ അതിൻ്റെ ടൈം ഡീറ്റെയിൽസ് എല്ലാം കോഡഡ് ആണ്, എൻക്രിപ്റ്റഡ് ആണ്, നോ വൺ ക്യാൻ ആക്സസ് ഇറ്റ്. പക്ഷേ ഇത് ഈ നോഡ്
ഇത് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് ഓക്കെ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളത് അപ്രൂവ് ചെയ്യാനായിട്ട് ദർ ആർ മൈനേഴ്സ് ഓൾ അറൗണ്ട് ദി വേൾഡ് ഇൻ ഡിഫറെൻറ്റ് നോട്ട്സ് ഇന്റർനാഷണലി പല ആൾക്കാരും വരുന്ന കമ്പ്യൂട്ടർ വെച്ച് നോക്കിയിരിക്കുക ഇത് അപ്രൂവ് ചെയ്യാൻ. ബ്ലോക്ക് ചെയിനെ പറ്റി ഞാൻ പഠിപ്പിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഇറ്റ്. തൽക്കാലം മനസ്സിലാക്കുക ഓരോ ട്രാൻസാക്ഷനും ഓരോ ബ്ലോക്കായിട്ട് ആഡ് ചെയ്യപ്പെടുകയാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഏറ്റവും പരമപ്രധാനമായ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സോ ഡാം സെക്യൂർ ദാറ്റ് ഈവൻ എ ടൈനി പീനി എന്താണ് ഇൻ്റർവെൻഷൻ വിൽ ട്രിഗർ ദ സിസ്റ്റം ആൻഡ് നള്ളിഫൈ ഇറ്റ്. ഒരാൾ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം അപ്പം കൊളാപ്സ് ആവുകയാണ്, മൊത്തത്തിൽ മാറി പുതിയ കോഡിലേക്ക് മാറും, തൊടാനൊക്കത്തില്ല. അതാണ് എൻ്റെ സെക്യൂരിറ്റിയാണ് എൻ്റെ മെയിൻ. ഇത് കൂടാതെ മൈനേഴ്സ് ആർ കീൻലി ഒബ്സർവിങ് ഇറ്റ്. സോ ഡബിൾ ലെയർ സെക്യൂരിറ്റി ആയി പറയുന്ന സാധനത്തിനുള്ളത്. സോ അതാണ് ബ്ലോക്ക് ചെയിൻ്റെ ഒരു മെയിൻ സാധനം. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം. നോക്കൂ, റെക്കോർഡ് സ്റ്റോർഡ് ഇൻ ദി ഡേറ്റാ ബേസ് മേ ബി മെയ്ഡ് വിസിബിൾ ടു റിലവൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിത്തൗട്ട് റിസ്ക് ഓഫ് ഓൾട്ടറേഷൻ. ദാറ്റ് ഈസ് പോസിബിൾ. കാണിച്ചു കൊടുക്കാൻ ഓൾട്ടർ ചെയ്യാനൊന്നും പറ്റത്തില്ല അവനെ നോക്കിയാൽ. കോപ്പീസ് ഓഫ് ദി എൻ്റർ ഡേറ്റാബേസ് ആർ സ്റ്റോർഡ് ഓൺ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഓൺ എ നെറ്റ്വർക്ക് സിങ്കിങ് വിത്തിൻ സെക്കൻഡ്സ്. ഇനി കമ്പ്യൂട്ടർ ഓഫ് ആയിരുന്നാൽ എന്ത് ചെയ്യും എന്നൊന്നും ചോദിക്കരുത്. അതൊക്കെ സില്ലി സാധനങ്ങളാണ്. കമ്പ്യൂട്ടർ ഓഫ് ആയി പോയാൽ എന്ത് ചെയ്യും, ആ സമയത്ത് ഇൻ്റർനെറ്റ് ഡൗൺ ആയി പോയി എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കേണ്ട. ഇതൊരു ജനറൽ സാധനമായിട്ട് കണ്ടാൽ മതി. ജനറലി സ്പീക്കിംഗ് കോപ്പീസ് ഓഫ് ദി എൻ്റയർ ഡേറ്റാബേസ് ആർ സ്റ്റോർഡ് ഓൺ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഓൺ എ നെറ്റ്വർക്ക് സിങ്കിങ് വിത്തിൻ സെക്കൻഡ്സ്. അതാണ് നോട്ട്സ്, NODES, നോട്ട്സ് എന്ന് പറയും ടെക്നിക്കലി. സോ അതും കറക്റ്റാണ്. കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻ ഇസ് എ ബ്ലെൻഡ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻസ് അലോവിങ് സെലക്റ്റീവ് ഡേറ്റ ആക്സസ്. റോങ്. The mathematical algorithms make it impossible to change or delete any data once recorded and accepted. That is the importance of blockchain. That is what blockchain is all about. So answer is അല്ല. തെറ്റ് ഏതാ? 3 തെറ്റ്. 3 ഇല്ലാത്ത ഓപ്ഷൻ 1, 2 and 4. കാറ്റാണ് എൻ്റെ ആൻസർ കേട്ടോ. C is my answer. 3 തെറ്റ്, 1 ശരി. ഒരു സെക്കൻഡേ. ശരിയാ. 1, 2 and 4. 1, 2 and 4. 1, 2 and 4. അടുത്ത് 87. ഇത് ഞാൻ ഇപ്പോൾ ജെൻസി കിഡ്സ് ഉണ്ടല്ലോ, ജെൻസി കിഡ്സ് പലതരം ബിസിനസ് വെഞ്ചേഴ്സിലൊക്കെ ഏർപ്പെടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നൊരു സാധനമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇപ്പോൾ ഇടയ്ക്ക് പോപ്പുലർ സാധനമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയും. അതായത് അങ്ങനെയല്ല, പൈസ പറയുമ്പോൾ ഒന്നും അല്ലടാ. ഞാനൊരു ബിസിനസ് എൻ്റർപ്രൈസാണ്. ഓക്കെ, ഞാനൊരു ചൈനയിലുള്ളൊരു ബിസിനസ് ജയൻ്റാണ്. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ സ്റ്റീൽ പാത്രങ്ങളും പെട്ടിയൊക്കെയാണ്, കുപ്പി സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഒരു ആൾ മീഡിയേറ്ററായിട്ട് നിൽക്കുകയാണ്, അവൻ ബയറാണ്. സോ യു എസ്റ്റാബ്ലിഷ് ആൻ ഓൺലൈൻ പ്രസൻസ്, ആൻ ഓൺലൈൻ സിസ്റ്റം വെയർ ഇൻ ഹീ ക്യാൻ ആക്ച്വലി ബൈ തിങ്സ് ഫ്രം യു, ബട്ട് യു ഡോണ്ട് ഹാവ് ആൻ ഇൻവെൻട്രി ടു കീപ് ദി സ്റ്റഫ്. സോ യു ആർ ജസ്റ്റ് എ മീഡിയേറ്റർ മീഡിയേറ്റിംഗ് മീ ആൻഡ് ഹിം, ദി ബയർ ആൻഡ് ദി സെല്ലർക്ക് നടുക്കൊരാൾ. സോ ആ ആൾ എന്നാ ചെയ്യണേ, അവനൊരു ഓർഡർ തരുമ്പോൾ ആ ഓർഡറിനെ സെല്ലറുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നു. അതിന് നിനക്ക് ഒരു കമ്മീഷൻ കിട്ടുന്നു. നീ ഒരു എക്സ്ട്രാ സാധനം പിടിച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. സോ ഇഫ് ഐ എം സെല്ലിംഗ് ഇറ്റ് ഫോർ 5 rupees, you might be charging 10 rupees. So that the 5 rupees will be in the mediator's pocket, and that mediator is going to be the one who's doing the drop shipping work. So that is the drop shipping model. That is very popular. That is the question about, because this has been in the news and this has been in the ജെൻസിസിനൊക്കെ അറിയാൻ എൻ്റെ ചിന്ത ഇല്ലേ. Okay, I mean people who are interested in entrepreneurship, probably they might see how to make some money and they will know this. ഞാൻ ഈ പറയുമ്പോൾ ഓഡിയോ കേൾക്കുന്ന യൂട്യൂബിൽ കാണുന്ന പിള്ളേരുണ്ടല്ലോ, സോ ദേ മൈറ്റ് നോ ദിസ്. ഇൻഫാക്ട് സിവിൽ സർവീസ് പ്രിപ്പയർ ഒന്നും ചെയ്യേണ്ടത് ഇതറിയാൻ. An e-commerce revenue model where the seller has control over pricing but doesn't keep products in stock and instead transfers customers' order and shipment details to a third-party supplier, who then ships the goods directly to the customer, is called drop shipping model. 88. സൂപ്പർ സാധനമാണ് ഇത്. നിങ്ങൾക്ക് എൻ്റെ കൺസെപ്റ്റ് അറിയുമെന്ന് അറിയത്തില്ല. വാട്ട് ഇസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരെയും ഫൈനാൻഷ്യൽ സാധനത്തിനകത്തേക്ക് സെറ്റപ്പിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ പണ്ടതാണെങ്കിൽ നമ്മളെല്ലാവരും കയ്യിൽ പൈസ കൊണ്ട് നടക്കണേ, ക്യാഷും കൊണ്ട് നടക്കണേ. ഇപ്പോൾ നമ്മളതാണ് ചെയ്യണേ, എല്ലാവരുടെയും മൊബൈലിനകത്ത് GPayയാണ്, എന്തുണ്ടെങ്കിലും GPay. സോ ബേസിക്കലി വാട്ട് ഹാസ് ഹാപ്പൻ ഹിയർ, മീൻ വിൽക്കുന്ന അമ്മച്ചിയുടെ കയ്യിൽ GPay ഉണ്ട്, നമ്മുടെ കയ്യിൽ GPay ഉണ്ട്, അംബാനിയുടെ കയ്യിലും GPay ഉണ്ട്. സോ വാട്ട് ഹാസ് ഹാപ്പൻ ഹിയർ, most of the people in India, irrespective of their social or financial backgrounds, has become part of ഫൈനാൻഷ്യലി ഇൻക്ലൂസീവായി അവരെല്ലാവരും സെറ്റപ്പിലേക്ക് വന്നു. സോ ഇത് RBIയുടെ ഒരു വേണ്ടപ്പെട്ട സാധനമാണ്. നമുക്ക് മോഡിജി വന്നതിന് ശേഷമാണ് ഈ സാധനം ആക്റ്റീവായിട്ട് വന്നതും ഡിജിറ്റലൈസേഷൻ സംഭവിക്കുന്നതും നമ്മളെല്ലാവരും എന്ത് ചെയ്തതും അതിലേക്ക് പോയതും ആ ഒരു സെറ്റപ്പിലേക്ക് പോയതും. സോ അതിനകത്ത് നിങ്ങൾ നോക്കൂ, ക്രെഡിറ്റ് ആക്സസ്, ഇൻഷുറൻസ് ഡെപ്റ്റ്, പെൻഷൻ കവറേജ്, ഇതൊന്നും RBIയുടെ മാൻഡേറ്റ് അല്ല. പെൻഷൻ കൊടുക്കുന്നത് വേറെ ടീമാണ്. ആരാ? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിലാണ് അത് വരുന്നത്. സോ ഇതല്ല. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ
Okay, so 90-ല് I tell you this. See, ആരാണ് ലയബിൾ ആവുന്നത്? ഇന്ത്യയിൽ ഒരു പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഹൂ ഇസ് ലയബിൾ? RBI. എപ്പോഴും വെച്ചോ, UPI ആയിക്കോട്ടെ, ഡിജിറ്റൽ കറൻസി ആയിക്കോട്ടെ, സോവറിൻ കറൻസി ആയിക്കോട്ടെ, RBI is liable always. Okay. Now, moving ahead, 91st question. Which of the following statements about real world assets tokenization are correct? ഈ റിയൽ വേൾഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണ്ണം റിയൽ വേൾഡ് അസറ്റാ, സിൽവർ അസറ്റാ, ഈ ബിൽഡിംഗ് അസറ്റാ. ഇതിനെയൊക്കെ നമുക്ക് ഒരു ടോക്കണൈസ് ചെയ്യാം, അത് ഇതിനൊരു വാല്യൂ കൽപ്പിച്ചുകൊണ്ട് ഓൺലൈനിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങൾക്ക് റഫ് ലേമാൻസ് ഐഡിയാണ് പറഞ്ഞത്. അതായത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലാത്ത ആൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. സോ അതാണ് ടോക്കണൈസേഷന്റെ ഐഡിയ, കൺസെപ്റ്റ്. അത് വെച്ച് എന്ത് സംഭവിക്കുന്നു? റിയൽ വേൾഡ് അസറ്റ്സിനെ ടോക്കണൈസ് ചെയ്തതിന് എന്താ ഗുണം? Tokenization is the process of turning real world assets like ഞാൻ പറഞ്ഞ പോലെ സാധനങ്ങൾ into digital tokens using blockchain technology. കറക്റ്റ് ആണ്. ബ്ലോക്ക്ചെയിൻ ടെക്നോളജി വേണം, കാരണം സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ലോജിക്കലി കറക്റ്റ് അപ്പം എടുക്കല്ലേ? അറിയാം. ടോക്കണൈസേഷൻ ഓഫ് റിയൽ വേൾഡ് അസറ്റ്സ് ഓഫേഴ്സ് 24/7, അതായത് എല്ലാ ദിവസവും, എല്ലാ സമയവും, എപ്പോഴും ആക്സസ് തരും. ശരിയല്ലേ? എനിക്ക് രാത്രി 2 മണിക്ക് എന്നെ ടോക്കണിന് കയറി നോക്കിക്കൂടെ? നോക്കാം. എനിക്ക് സെല് ചെയ്തത് ചെയ്യാം. So that is correct. Promoting financial inclusion, correct. Logically correct. So 1 and 2 correct. 3 tokenization of real world assets will allow the access to high growth investment opportunities for individuals in India. Correct. ശരിക്കും അതിലെ ഗുണം. അപ്പോൾ 3 കറക്റ്റ് ഇല്ല. 3 കറക്റ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു, പക്ഷെ 3 ലോജിക്കലി സെറ്റ് അല്ലേ? അങ്ങനെ go ahead with that. So 1, 2 and 3 is correct. The answer is A. 1, 2 and 3. പറഞ്ഞോ. Promoting financial inclusion. കാര്യം കൂടുതൽ ആൾക്കാരെ ഫൈനാൻഷ്യൽ സെറ്റപ്പിലേക്ക് കൊണ്ടുവരും. ആക്സസ് ഇല്ലാതിരുന്ന ആൾക്കാരെ അതിലേക്ക്. ഫോർ എക്സാമ്പിൾ, നിന്നോട് ഞാൻ പറയാം, എടാ എനിക്ക് ഇപ്പൊ തന്നെ എൻ്റെ 100 കോടി രൂപയുടെ സ്വർണ്ണം ഉണ്ട്, മേടിക്കാൻ പറ്റുമോ? ബയ്യർ വേണം, മേടിക്കാൻ പറ്റുമോ? ഇല്ല. അംബാനി വേണമെങ്കിൽ ഒന്ന് മേടിക്കും, പക്ഷെ അംബാനിമാരെ കുറച്ചല്ലേ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം ഇത് ഞാൻ ടോക്കണൈസ് ചെയ്തിട്ട് 1 ഗ്രാം വീതം ടോക്കണൈസ് ചെയ്തിട്ടെന്ന് വെച്ചോ, there will be enough people to buy. അതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. സോ അവിടെ കൂടുതൽ ആൾക്കാർക്ക് അവർ സ്വപ്നം കാണുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നു. മുമ്പ് ഈ 1 കോടി സ്വർണ്ണം മേടിക്കാൻ പറ്റാത്ത ആൾക്കും ഇപ്പൊ ടോക്കണൈസ് ചെയ്തതിന്റെ പാർട്ടാവാം. അതാണ് ടോക്കണൈസേഷന്റെ ലെവറേജ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? മൂവിംഗ് ഹെഡ്. 92. ബോണ്ട് എന്ന് വെച്ചാൽ ബോണ്ട് ഇസ് എ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. കടം. നമ്മള് ബോണ്ട് വെച്ചാൽ എന്താണ്? വാട്ട് ഇസ് എ ബോണ്ട്? അതായത് ബോണ്ട് എന്ന് പറഞ്ഞ സാധനം ബേസിക്കലി ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറയുന്നത്. വ്യത്യാസം എന്താ? ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണർഷിപ്പ്, ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ കടം കൊടുക്കുന്നതാണ്. സോ കടം തിരിച്ചു തന്നേ പറ്റുള്ളൂ. മനസ്സിലായി? അതാണ് എന്റെ കൺസെപ്റ്റ്. സോ എന്താണ് ബോണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം. എ ബോണ്ട് ഹൂസ് പ്രൊസീഡ്സ് ആർ യൂസ്ഡ് only to finance or refinance a combination of both environmental and social projects is called. എൻവയോൺമെന്റൽ ഉണ്ട്, സോഷ്യലും ഉണ്ട്. സോഷ്യൽ പ്രോജക്റ്റിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ, എനിക്ക് ഹോസ്പിറ്റൽ പണിയാം, സോഷ്യൽ പ്രോജക്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോണ്ട് ഇഷ്യൂ ചെയ്ത് ജനങ്ങളിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ പ്രോഫിറ്റും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് 1% പ്രോഫിറ്റും കൂടെ ചേർത്ത് പൈസ നാളെ തരാം എന്ന് പറയുന്നതാണ് ബോണ്ട്. ക്ലിയർ ആയോ? ഞാൻ കുറച്ച് പൈസ ഇല്ല, സോ നിങ്ങൾ എല്ലാവരും എനിക്ക് എന്ത് ചെയ്യുന്നു? പൈസ തരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു പേപ്പർ തരും, ബോണ്ട് ഇഷ്യൂ ചെയ്യും. ആ പേപ്പർ, ആ ബോണ്ട് തന്നു. നിങ്ങൾ എല്ലാവരും 1 കോടി രൂപ വെച്ച് തന്നു. അങ്ങനെ 5 പേര് ചേർന്ന് 5 കോടി രൂപ തന്നു. 5 പേർക്ക് കടം തന്നല്ലോ. ഞാൻ പേപ്പറെ തന്നിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിൽ. 5 കോടി രൂപ എൻ്റെ ഉണ്ട്. ഞാൻ കൺസ്ട്രക്ഷൻ നടത്തി, പണി കഴിഞ്ഞു, കുറെ സെറ്റായി. അത് കഴിഞ്ഞ് ഞാൻ സെല് ചെയ്യാന്ന് വെച്ചോ, അല്ലെങ്കിൽ സംഭവം 10 കോടിക്ക് സെല് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ്സ് കൂടെ തരും. ഗുണമല്ലേ? അപ്പം ഇതാണ് ബോണ്ടിന്റെ കൺസെപ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഓണർഷിപ്പ് തരുന്നുണ്ടോ? ഇല്ല. ഓണർഷിപ്പ് തരുന്ന ഇക്വിറ്റി ഇല്ല. ഇനി സോഷ്യൽ ബോണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോണ്ടുകൾ, കെട്ടിടം പണിയാൻ, എഡ്യൂക്കേഷന് വേണ്ടി, ഹെൽത്തിന് വേണ്ടി. ഇനി ഗ്രീൻ ബോണ്ട് എന്ന് പറയുന്നത് എൻവയോൺമെന്റലി കാര്യങ്ങൾ ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ സോളാർ പ്രോജക്റ്റ് ചെയ്യണം, അതിനൊരു ഗ്രീൻ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ. പക്ഷെ ചോദ്യം എന്താ? നിങ്ങൾ ഏതായിരിക്കും സസ്റ്റൈനബിൾ? രണ്ടും വരുന്നത് സസ്റ്റൈനബിലിറ്റിയാണ്. സോവറിൻ ബോണ്ട് ഗവൺമെന്റ് ഇഷ്യൂഡ് ബോണ്ട്സ് ആണ് സോവറിൻ ബോണ്ട്സ്. മൈക്കിന്റെ സൗണ്ട് കേട്ടോ, മൈക്കിന്റെ സൗണ്ട് കേട്ടോ. ഞാൻ അവർക്ക് പറയാം. ഓഡിയോ ക്ലിയർ ആണോ? പെർഫെക്റ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോവറിൻ ബോണ്ട് ഇതൊന്ന് കട്ട് ചെയ്തോ, ഞാൻ ഈ പറഞ്ഞ സാധനം. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 93. Which of the following answer എന്താണ്? Answer is sustainability bond. Sustainability bond. Answer C. 93. Which of the following statements about amount exchange role in micro, small and medium enterprises? See, MSME എന്ന് അറിയാലോ. എന്താ MSME?
എനിക്ക് വീട്ടിൻ്റെ ഒരു കൂൺ കൃഷി തുടങ്ങാം. കൂൺ കൃഷി ഞാൻ ചാക്കിൽ വയ്ക്കലൊക്കെ ഇട്ട് കൂണ് കൃഷി ചെയ്യുക. കൂണ് കൃഷി ചെയ്തിട്ട് എനിക്ക് അതിന് ലോൺ എടുക്കേണ്ടി വരും, ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയ ചെറിയ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MSME ഉള്ളത്. മൈക്രോ, ചെറുത്, സ്മോൾ, കുറച്ചുകൂടി വലുത്, മീഡിയം, കുറച്ചുകൂടി വലുത്, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അതിന് നമുക്കുള്ള ഗുണം ചില കൊളാറ്ററൽ ഫ്രീ ലോണൊക്കെ കിട്ടും. ഞാൻ സ്വർണ്ണം കൊണ്ടൊന്നും പണയം വെക്കണ്ട, എൻ്റെ ഐഡിയ ഉണ്ട്. ആ ഐഡിയ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പൈസ തരും. കുറച്ച് പലിശ കൊടുക്കേണ്ടി വരും, കുറവായിരിക്കും, പലിശ തിരിച്ചടച്ചാൽ മതി. അതാണ് സ്കീം. യെസ്, ഫസ്റ്റ് വൺ കൊളാറ്ററൽ ബേസ്ഡ് ലോണാണ്. പിന്നെ ആവശ്യമുണ്ടോ ഇതിന്? മതി. അപ്പോൾ നമ്മളത് പോയി അത് അടിച്ചു തരണം. 2 അതിന്റെ എക്സ്ചേഞ്ചിനെ പറ്റി പറയാം. M1 എക്സ്ചേഞ്ച് ഫെസിലിറ്റീസ് ഡിസ്കൗണ്ടിങ് ഓഫ് ഇൻവോയ്സ് ആൻഡ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഫോർ MSME. ശരിയാണ്, M1 എക്സ്ചേഞ്ച് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ശരിയായിരിക്കും. ഡിസ്കൗണ്ട് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, അപ്പോൾ അത് എടുക്കാം. ലോജിക്കലി കറക്റ്റാണ്. 2 M1 എക്സ്ചേഞ്ച് ഫങ്ഷൻസ് ആസ് എ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള പരിപാടിയാണോ? എക്സാക്ട്ലി. അത് ക്രെഡിറ്റ് റേറ്റിംഗ് വേറൊരു സാധനമാണ്, അത് ഇവർ ചെയ്യേണ്ട സാധനമല്ല. സെബിയുടെ കീഴിൽ വരുന്ന സാധനമാണ് ക്രെഡിറ്റ് റേറ്റിംഗ് പരിപാടിയൊക്കെ. സോ ഇറ്റ് ഇസ് നൺ ഓഫ് ദെയർ ബിസിനസ്. അതുകൊണ്ട് വി എലിമിനേറ്റഡ് 1 and 3. ആൻസർ ഇസ് 2 only. ബോക്സ്. 94 ക്രൗഡിംഗ് ഔട്ട് ഇഫക്റ്റ്. ഞാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൈസ തന്നുകൊണ്ടിരിക്കാം. ഓക്കെ, കടം നിങ്ങൾക്ക് ഞാൻ ലോൺ തന്നുകൊണ്ടിരിക്കാം. ഫ്രീ ഇൻട്രസ്റ്റ് കുറച്ച് ലോൺ തരുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് മേടിച്ചുകൊണ്ടിരിക്കും. ഇത് മനസ്സിലുണ്ടാവും. ശരി, വായിക്കാം. Which of the following best describes the crowding effect? A situation where private investment increases due to increased government spending. Logical ആണോ? നോക്ക്, വായിച്ചോ. ഗവൺമെന്റ് സ്പെൻഡിങ് കൂടിയാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുമോ? കൂടുമെന്ന് വെച്ചാൽ എക്കണോമി ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ഗോ ബോത്ത് വേസ്, രണ്ട് രീതിയിൽ പോവാം. എന്നാലും ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അത് പോകുന്നില്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ. ഗവൺമെന്റ് കടം മേടിക്കുകയാണെ, കുറേ ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിയുടെ കടം മേടിച്ച് ഡിമാൻഡ് കൂടി. അയാൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഇങ്ങനെ കടം മേടിക്കുന്ന കണ്ട് കുറേ പേര് കടം മേടിക്കാൻ വരും, കിട്ടുന്നുണ്ട്. ഇയാൾ സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. It's like a situation where government borrowing leads to higher interest rates, which reduces private investment. കാര്യം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് പൈസ ഇല്ല കയ്യിൽ. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് ക്രൗഡിംഗ് ഔട്ട് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ബി. കൂടുതൽ ഡിസ്കഷൻ്റെ സമയം കുറവുണ്ട്. നെക്സ്റ്റ് ഇസ് 95. റയർ എർത്ത് എലമെന്റ്സ് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ്. വായിക്കും. ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറയും. ഫസ്റ്റ് ഓപ്ഷൻ വായിച്ചിട്ട് ലോജിക്കലാണോ പറയും. റയർ എർത്ത് എലമെന്റ്സ് വെച്ചാൽ റയർ ആണെന്നല്ലേ അർത്ഥം, കുറച്ച് കുറവാണ്, എണ്ണം കുറവാണ്. ഇവിടെ ഒരു ടേക്ക് ഉണ്ട്. റയർ എർത്ത് എലമെന്റ്സ് ആർ ആക്ച്വലി നോട്ട് ദാറ്റ് റയർ. ഓക്കെ, പക്ഷേ ടൈപ്പ് ഓഫ് റയർസ് കുറവാണ്. അത് 17 ഉള്ളൂ ആക്ച്വലി, പ്രിസൈസ്ലി സ്പീക്ക്. മോഡേൺ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഇൻക്ലൂഡിംഗ് AI, റോബോട്ടിക്സ്, സ്പേസ് എക്സ്പ്ലോറേഷൻ, ഇതെല്ലാം ചിപ്പ് യൂസ് ചെയ്തില്ലേ? ചിപ്പിന് എന്താ യൂസ് ചെയ്യുന്ന സാധനമാണ് റയർ എർത്ത്. ഓക്കെ, ലാൻതനൈറ്റ്സ് കേട്ടിട്ടുണ്ടോ? ലാൻതനൈറ്റ്സ്, ലാക്ടനൈറ്റ്സ്. അല്ല, ലാൻതനൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ ഏറ്റവും താഴെ 2 റോ ഉണ്ട്. അത് ഒന്നാമത്തെ റോയാണ് ലാൻതനൈറ്റ്സ്, രണ്ടാമത്തെ റോയാണ് ആക്ടിനൈറ്റ്സ്. അപ്പോൾ ലാൻതനൈറ്റ്സ് ഒക്കെ ഈ പറഞ്ഞ റയർ എർത്തിന്റെ കൂടെ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് നോക്കും. മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ചൈന ഹാസ് ദി ഹൈയസ്റ്റ് ഷെയർ ഇൻ മൈനിങ് ഓഫ് RPE ഫോളോഡ് ബൈ ഇന്ത്യ. അത് ശരിയായിരിക്കുമോ? ചൈനയുടെ തന്നെ എടുത്തിട്ടെ. നിങ്ങൾ ഇന്ത്യയെ പറ്റി അറിയാമല്ലോ. ഇന്ത്യക്ക് എന്ത് സാധനം? ചൈന ഓക്കെ, ചൈന മൊത്തത്തിൽ ഉണ്ടാക്കുന്നതാണ്. സെക്കൻഡ് പക്ഷേ അമേരിക്ക ഇല്ല. ഇന്ത്യ ചാൻസ് ഉണ്ടോ? ഇല്ലടാ. ഇന്ത്യക്ക് പ്രൈസ് ഉണ്ടോ? ഇടയ്ക്ക് കോവിഡിന്റെ സമയത്തിന് ശേഷം മാരുതി കാറൊന്നും മേടിക്കാൻ ആൾക്കാർക്ക് ഒത്തിരി ഡിലേ എടുക്കും. ഓർക്കുന്നുണ്ട് ഒരു സമയം കാർ ബുക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. കാരണം കാർ കിട്ടുന്നില്ല. കാരണം എന്നാ? കാർ യൂസ് ചെയ്യാനുള്ള സെമി കണ്ടക്ടേഴ്സ് അവൈലബിൾ അല്ല, കാരണം ക്രൈസിസ്. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് അത് കാര്യമായിട്ട് സാധനം ഇല്ല എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ അത് 2 അടിച്ചോ അല്ലേ? 2 അടിച്ചോ? 2 വേണ്ട, തെറ്റാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ദി നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ഇൻ 2025 to establish a robust framework for self-reliance in the critical mineral sector. തെറ്റോ പറയാൻ പറ്റുമോ? ലോജിക്കലി തെറ്റോ പറയാൻ പറ്റുമോ? സെൽഫ് റിലയബിലിറ്റി ആണ് വേണ്ടത്. റീസെന്റ് ഇങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റ് നടന്നിട്ടുണ്ട്, കുറെ പ്രോജക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ട്. ഞാൻ പറയുന്നത് ഇതിന് തെറ്റുണ്ടോ? ഇങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? ചെയ്യുന്നതിന് തെറ്റുണ്ടോ? പിന്നെ നമ്മൾ എന്തിനാണ് തെറ്റുന്നത് കരുതുന്നത്? ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റില്ലല്ലോ, അത് കാണാൻ വേണമെങ്കിൽ. എസ്പെഷ്യലി ഇങ്ങനെ ഒരു പ്രൈസ് ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് സെറ്റ് ആവുന്നതാണ്. അപ്പോൾ അത് ലോജിക്കലി കറക്റ്റാണ്. അപ്പോൾ 2 3 ഓക്കെയാണ്. 2 നമുക്ക് തന്നെ അറിയാം.
റയർ എലമെന്റ്സ് ആണ് സെറ്റ് ഓഫ് 13 മെക്കാനിക്കൽ എലമെന്റ്സ്. ഇവിടുത്തെ ഒരു സാധനം എന്ന് വെച്ചാൽ ഇതിന് ഫണ്ടമെന്റൽ കെമിസ്ട്രി സാധനം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സാധനം. റയർ എർത്തിനെ പറ്റിയൊക്കെ നമ്മൾ അന്ന് പഠിക്കാത്തതുകൊണ്ട് നമുക്ക് ഓർമ്മയില്ലാത്ത. ഓക്കെ, 17 റയർ എർത്ത് ഉണ്ട്, 17 13 നമ്പർ. ഇങ്ങനത്തെ നമ്പറുകൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടില്ല, ഇനി ശ്രദ്ധിക്കുക, ഇനി തെറ്റിക്കരുത്. 17 റയർ എർത്ത്. പണ്ട് ഇതുപോലെ 2-3 years ബാക്ക് പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സോ അവരന്ന് തന്നത് 75 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രൈബൽ ഗ്രൂപ്പ്സ് ആർ പർട്ടിക്കുലർലി വൾനറബിൾ ഇൻ ഇന്ത്യ എന്നായിരുന്നു. ശരിക്കും ആൻസർ 95 ആണ്. അതൊരു സിഗ്നിഫിക്കൻസ് ആണ്. സിവിൽ സർവീസ് ആസ്പിറൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു നമ്പർ അത്. ഇത് അതുപോലത്തെ ഒരു സാധനം കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്നാ? ഇത് 17 ആണ്. അപ്പൊ 4 അടിച്ചു കളഞ്ഞു, 2 അടിച്ചു കളഞ്ഞു. ആൻസർ 1 and 3. ആൻസർ ഉണ്ടോ? എ ആണ് ആൻസർ, 1 and 3. Moving ahead, 96. Which of the following statements about insurance and aviation sectors are correct? Plane. ഇപ്പൊ ഇഷ്ടം പോലെ അപകടങ്ങളാണ് റീസെന്റ്. നോക്കണ്ടോ? അതിന്റെ കോൺടെക്സ്റ്റിലാണ് ക്വസ്റ്റ്യൻ വന്നത്. അങ്ങനെയാണെങ്കിൽ പറയും പ്ലെയിനകത്തുള്ള കസേരയ്ക്കും പ്ലെയിനകത്തുള്ള എഞ്ചിനും പ്ലെയിനകത്തുള്ള മറ്റ് സാധനങ്ങൾക്കും ഒക്കെ ഇൻഷുറൻസ് വേണ്ടേ? വേണ്ടേ? പ്ലെയിൻ താഴെ നിന്നാലും കേടായാലും പ്ലെയിൻ മുകളിൽ പറക്കുമ്പോൾ കേടായാലും ഏത് പ്ലെയിൻ ടാക്സി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ ഇൻഷുറൻസ് വേണ്ടേ? വേണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വായിക്കും. യെസ്, ഹൾ ഇൻഷുറൻസ് എല്ലാം കവർ ചെയ്യുന്ന പറയുന്നത്. യെസ്, അണ്ടർ ദി മോൺട്രിയൽ കൺവെൻഷൻ 130 രാജ്യങ്ങൾ സൈൻ ചെയ്ത സാധനം ഇന്ത്യയുണ്ട്. എയർലൈൻസ് ആർ സ്ട്രിക്ട്ലി ലയബിൾ ടു പേ കോമ്പൻസേഷൻ ടു ദി ഫാമിലി അല്ലെങ്കിൽ ഫാമിലി നോമിനേറ്റഡ് വിത്തൗട്ട് റിക്വയറിംഗ് ഫാമിലി. കുടുംബം പോയി കാണോ പ്ലെയിൻ ഇന്നും പ്രശ്നം ഉണ്ടായിരുന്നത് പോസിബിൾ ആണോ? കുടുംബം ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്ന വെച്ചോ, ഒരു കേസ് ഫയൽ ചെയ്യുന്ന വെച്ചോ, പറ്റൂല. അതൊന്നും അവർ കണ്ടുപിടിക്കാൻ പറ്റില്ല. എയർലൈൻസ് മൊത്തത്തിൽ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവരെ. മനസ്സിലായോ? അപ്പൊ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരാൾക്ക് എയർപ്ലെയിനിൽ അപകടം ഉണ്ടായെന്ന് വെച്ചോ, ചെറിയൊരു അപകടം. How can we prove that they were wrong? They are bigger entity. They are an entity. They are an institution. നമുക്ക് പറ്റൂല ഫൈറ്റ് ചെയ്യാൻ. സോ അത് ഉറപ്പായിട്ട് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എന്തായാലും കോമ്പൻസേഷൻ കൊടുത്തേ പറ്റൂ മിനിമം എന്നുള്ള റൂളാണ്. അതാണ് മോൺട്രിയൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. All conventions are human centric. All conventions are human centric. Yes. അതുപോലെ തന്നെ all protocols are human centric. മനസ്സിലാക്കിക്കോളാം. So basically 1 and 2. Next question. 97. 3 ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇപ്പൊ കഴിയും. Which of the following statements about crowd funding is not correct? എല്ലാവരും പൈസ കൂട്ടിയിടുക. ക്രൗഡ് ഫണ്ടിങ് is a solicitation of funds. കൊച്ചു എമൗണ്ടുകൾ കളക്ട് ചെയ്യുന്നു. കുറെ ആൾക്കാരിൽ നിന്ന് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഒരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെയോ കളക്ട് ചെയ്യുന്നു. കുറെ സ്പെസിഫിക് പ്രോജക്റ്റ് എനിക്കിവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പണിയണം, അതിനുവേണ്ടി പോസിബിൾ ആണോ? ലോജിക്കൽ ആണോ? അപ്പൊ നമുക്ക് എടുത്തൂടെ? എടുക്കാം. രണ്ടാം ക്വസ്റ്റ്യനിലേക്ക് SME, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്. ഞാൻ നേരത്തെ പറഞ്ഞത് MSME ആണ്. ഇത് കുറച്ചും കൂടി വലുതാ. സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് they are able to raise funds at lower cost of capital without undergoing rigorous procedures through this means. ശരിയല്ലേ? അപ്പൊ രണ്ടും എടുത്തൂടെ? ബേസിക്കലി ഇത്രയും ഞാൻ ഡിസ്കസ് ചെയ്ത് എന്നാ മനസ്സിലായി? This is a game of logic and common sense. Yeah. So 1 and 2 is correct. Answer is yeah. ഇത് ഡിഫിക്കൽട്ട് ആണല്ലേ പൊതുവിൽ എല്ലാവരും പറഞ്ഞ പേപ്പർ. The point is its difficulty lies in the എന്താണ്, ഒത്തിരി വായിക്കാനുണ്ട്. ഇറ്റ്സ് എ ബിഗ് പേപ്പർ. കുറേ വായിച്ചെടുക്കാനും ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പെട്ടുപോകുക ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങൾ എപ്പോഴും എക്സാം കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതൊരു തേഞ്ഞ ക്വസ്റ്റ്യൻ ആട്ടോ, ഒന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇത് ക്രാക്ക് ചെയ്യാൻ വഴിയുണ്ട്. കാരണം ഉർജിത് പട്ടേൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഏതൊരു ശിശുവിനും അറിയുന്ന കമ്മിറ്റിയാണ്. വൺസ് യു ആർ ആൻ ആസ്പിറന്റ്, വൺസ് യു ഹാവ് ബീൻ ഇൻ ദി സർക്കിൾ ഫോർ അറ്റ്ലീസ്റ്റ് എ ഇയർ, ഡെഫിനറ്റ്ലി നിങ്ങൾ എക്കണോമിയിൽ പഠിക്കുന്ന സാധനമാണ് ഉർജിത് പട്ടേൽ കമ്മിറ്റി, വിമൻ ജലാൻ കമ്മിറ്റി, രംഗരാജൻ കമ്മിറ്റി, ഇങ്ങനെയുള്ള കുറേ കമ്മിറ്റി നമ്മൾ സ്ഥിരം കേൾക്കും. അപ്പോൾ അതിൽ ഉർജിത് പട്ടേൽ കമ്മിറ്റി എന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഉർജിത് പട്ടേൽ കമ്മിറ്റി. അത് ഏതൊരു കുട്ടിക്കും പഠിക്കാൻ പറ്റുന്ന സാധനം. വൺസ് യു സ്റ്റാർട്ട് ലേണിംഗ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ മൽഹോത്ര കമ്മിറ്റി, അതായത് ടേക്ക് വേണം. ഞാൻ കണ്ടന്റ് പറഞ്ഞില്ല, നിങ്ങൾക്ക് ലോജിക്കലി ക്രാക്ക് വെരി ഡിഫിക്കൽട്ട്. ഞാനാണ് എന്ത് ചെയ്തത്, ഞാനത് ട്രൈ ചെയ്ത് നോക്കും. ഉർജിത് പട്ടേൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എങ്കിൽ ഞാനത് ചെയ്യും. ഉർജിത് പട്ടേലിന്റെ കാര്യം അറിയാവുന്നതുകൊണ്ട് ഞാനൊരു വൈൽഡ് ഗസിലേക്ക് പോകാനും സാധ്യതയുണ്ട്, പേഴ്സണലി സ്പീക്കിംഗ്. പക്ഷേ എനിക്ക് ഉർജിത് പട്ടേൽ അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഐ ഷുഡ് സ്കിപ്പ് ദിസ്. ഉർജിത് പട്ടേലും എനിക്ക് അറിയില്ലെങ്കിൽ ഐ ഷുഡ് സ്കിപ്പ് ദിസ്. റിസ്ക് എടുക്കരുത്. ഉർജിത് പട്ടേൽ അറിയാവുന്നതുകൊണ്ട് ഐ ഷുഡ് ടേക്ക് ഇത്. പിന്നെ എനിക്കൊരു കാര്യം എനിക്കറിയാമോ, ഇതുകൂടെ എനിക്കറിയാം. മൽഹോത്ര കമ്മിറ്റി IRDA നിയമിച്ച കമ്മിറ്റിയല്ല. RN മൽഹോത്ര കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് IRDA വരുന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ചോദ്യം എന്താ?
ക്ലിയർ ആയല്ലോ? ഒബ്ജക്റ്റീവ് കോംപ്രഹെൻസീവ് റിഫോംസ് ഓഫ് ഇൻഷുറൻസ് സെക്ടേഴ്സ്. ഫൈൻ. നെക്സ്റ്റ്, അപ്പോൾ അത് ഉർജിത് പട്ടേൽ മാത്രമേ അറിയുള്ളൂ. ബാക്കി രണ്ട് എൽസി ഗുപ്ത കമ്മിറ്റി ആക്ച്വലി ചെയ്യുന്നുണ്ടോ ഇതിൻ്റെയാണ്, ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിൻ്റെയാണ്. അതായത് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സുമായിട്ട് റിലേറ്റഡ് ഒരു കമ്മിറ്റിയാണ്. ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ്. നോട്ട് ഷുവർ. ഇത് നമുക്ക് ഉറപ്പായിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന സാധനം. മാലേഗ കമ്മിറ്റി പ്രിപ്പയറിംഗ് എ റോഡ് മാപ്പ് ഫോർ റിഫോംസ് ഇൻ മൈക്രോ ഫൈനാൻസ് സെക്ടർ ഇൻ ഇന്ത്യ. ഉർജിത് പട്ടേൽ അല്ലല്ല, അതല്ല പറഞ്ഞേ. ഹൗസിംഗ് സെക്ടറിൽ ലെൻഡിംഗ് അല്ലല്ലോ. ഉർജിത് പട്ടേൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അബൌട്ട് മോണിറ്ററി പോളിസി. അപ്പോൾ 1, 3 എന്തായാലും തെറ്റാ. 3 ഇല്ലാത്ത ഓപ്ഷൻ എടുക്കുക. 2 and 4. അപ്പോൾ ആൻസർ 2 and 4. എൽസി ഗുപ്ത കമ്മിറ്റി ശരിയാണല്ലോ. അതെ. മേലേഗ കമ്മിറ്റി മൈക്രോ ഫൈനാൻസ്. കീ മൊത്തത്തിലുള്ള ഫീസ് പറയുന്നത് 2 and 4 ആണ്. അതിനകത്ത് എനിക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ട് ഞാനതിൽ കൂടുതൽ പറയുന്നില്ല. കണ്ടന്റ് അല്ലേ 2 and 4 തന്നെ. 2 and 4 ആണ് കേട്ടോ. ഇത് ആക്ച്വലി 2 and 4 ആണ്. ഞാൻ പറഞ്ഞത് എനിക്ക് ലോജിക്കലി അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് ഞാനത് മാപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ. സോ ഐ എം നോട്ട് ഏബിൾ ടു കൺവേ ദാറ്റ്. എനിവേസ്, ഇനി ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 99 നോൺ NBFCs. അതായത് NBFCs എന്ന് പറഞ്ഞാൽ ചിട്ടി നമ്മളൊക്കെ കടകളിലൊക്കെ ആൾക്കാർ ചിട്ടി പിടിക്കാൻ വരുന്നുണ്ട്. 1000 രൂപ 100 രൂപ വെച്ചിട്ടൊക്കെ ചിട്ടി 1000 രൂപയുടെ ചിട്ടി കിട്ടാറുണ്ട് ദിവസം. അങ്ങനെ ചിട്ടി കിട്ടുന്ന ബിസിനസ്സുകളുണ്ട്. സോ അതിനെ പറ്റിയാണ് ചോദ്യം. നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്താ? അല്ല, ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്താ? നമുക്ക് ടേം ഡെപ്പോസിറ്റ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. നമ്മുടെ അക്കൗണ്ട് ഇല്ലേ, SBIയുടെ അക്കൗണ്ട്, പോയി പൈസ എടുക്കുന്ന അക്കൗണ്ട്, എപ്പോഴോ ട്രാൻസാക്ഷൻ എടുക്കാം, ATM പോയി പൈസ എടുക്കാം. ഓക്കെ. ടേം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അടച്ചുകൊണ്ട് FD കൊണ്ടിരിക്കും. ഒരു കുറച്ച് കാലം കഴിഞ്ഞ് എടുക്കാം. ടൈം ഡെപ്പോസിറ്റ് ഓർ ടേം ഡെപ്പോസിറ്റ്. സോ NBFCക്ക് ഇത് പറ്റുമോ? നിങ്ങൾ ചിട്ടി എടുക്കുന്നവർക്ക് എന്ന് പോയി പൈസ മേടിക്കാൻ പറ്റുമോ? അപ്പോൾ അത് തെറ്റല്ലേ? അപ്പോൾ അത് തെറ്റ്. ഒന്ന് cannot accept wrong. Sorry, cannot accept demand deposits. That is correct. അപ്പോൾ അത് ശരി. 1 is right. All the NBFCs നമ്മൾ തൽക്കാലം മനസ്സിലെ ചിട്ടി എന്നറിയാം. All the ചിട്ടികൾ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ ഹാവ് ടു ബി രജിസ്റ്റർഡ് വിത്ത് RBI. ഡ്യൂട്ടീസോ ചിട്ടി പണമെല്ലാം RBI രജിസ്റ്റർഡ് ആണ് പറയുന്നത്. അതൊന്ന്. ഇനി ഫോർമൽ ചിട്ടികളുണ്ട്. ഇൻഫോർമൽ ചിട്ടികൾ നമ്മുടെ സൈഡ് സെറ്റപ്പാണ്. അതിപ്പോൾ ശരിക്കും ബാൻ ചെയ്തുകൂടാ. ഒറിജിനൽ സെറ്റപ്സ് ഉണ്ട്. സുന്ദര ഫിനാൻസ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പലതരം ഫിനാൻസ് സെറ്റപ്സ് ഉണ്ട്. അതിലെല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, RBI രജിസ്റ്റർ ചെയ്യണമെന്നില്ല. കാരണം ചില സ്പെസിഫിക് ചിട്ടീസ്, ഇപ്പോൾ നാഷണൽ ഹൗസിംഗ് അതോറിറ്റി ഇല്ലേ, NSB, അതുള്ള ഓർഗനൈസേഷൻസ് സ്വന്തമായിട്ട് ചിട്ടി നടത്താം. അതിന് RBI രജിസ്റ്റർ ചെയ്യേണ്ട. അവർക്ക് അവരുടേതായൊരു ലീഗൽ സാധനമുണ്ട്, അത് മതി. സോ ഓൾ ഇസ് എൻ എക്സ്ട്രീം ടെർമിനോളജി. സോ വി ക്യാൻസൽ ഇറ്റ്. 2 തെറ്റ്, 1 ശരി. NBFC form part of the payment and settlement system and can issue check drawn in its petrol. No. Deposit insurance facility of deposit insurance and credit guarantee corporation is not available to deposit. Correct. Insurance ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 4 ഇല്ല, 1 ഉണ്ട്. 4 ഇല്ലാത്ത ഓപ്ഷൻ ഏതൊക്കെയാ? കിട്ടിയല്ലോ. 1 2 8 പ്രശ്നമുണ്ടല്ലോ. 1 വരാത്തല്ലേ സർ? കറക്റ്റ് അല്ലേ? 4 എന്തായാലും ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി ഓഫ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി ഈസ് നോട്ട് അവൈലബിൾ. അതാ ശരിയാ. 4 ഉണ്ട്. 1 ഉണ്ട്. 1 4 ഉണ്ട്. 2 ഇല്ല. 2 ഇല്ലാത്ത ഓപ്ഷൻ നോക്കി. 4 ഉണ്ടെങ്കിൽ 1. അപ്പം ആൻസർ സേ 1 and 4. സെറ്റ് അല്ലേ? 1 and 4. ആൻസർ ഇസ് A. 99. Consider the following statement about multi-dimensional poverty index. പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇൻഡെക്സാണ്. ഒരു ഇൻഡെക്സാണ് മെയിൻലി ഉള്ളത്. നമുക്ക് സ്വന്തമായിട്ട് ഇൻഡെക്സ് ഉണ്ട്. അത് നീതി ആയോഗാണ് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഡെക്സിനകത്ത് 12 ഇൻഡിസസ് ഉണ്ട്. ഗ്ലോബൽ ഇൻഡെക്സിനകത്ത് 10 സാധനങ്ങളേ ഉള്ളൂ. 10 മെഷർമെൻറ്റ് ഐക്കൺസേ ഉള്ളൂ. നമുക്ക് 12 എണ്ണം ഉണ്ട് ഐക്കൺസ് ആയിട്ട്. ഈ 12 എണ്ണത്തിൽ 2 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തും മെറ്റേണൽ ഹെൽത്തും ബാങ്ക് അക്കൗണ്ടാണ്. കാരണം അതൊരു ലോക്കലൈസ്ഡ് സെറ്റപ്പാണ്. ഇന്ത്യക്കാണ് അതും കൂടി ഒരു പാരാമീറ്ററായിട്ട് മാറുന്നത്. അത് നീതി ആയോഗാണ് അത് നടത്തുന്നത്. ഇന്ത്യക്കാണ് അത് വേണ്ടത്. കാരണം എന്നാ, സ്വീഡനിൽ പോയിട്ടോ അല്ലെങ്കിൽ ഐസ്ലാൻഡിൽ പോയിട്ടോ നിങ്ങൾ അവിടെ ബാങ്കിങ്ങിനെ നോക്കേണ്ട കാര്യമില്ല. ഓൾറെഡി സിസ്റ്റംസ് ആർ ഇൻ പ്ലേസ്. ഇന്ത്യ അതല്ല, കേരളം നോക്കണ്ട കേട്ടോ. ഇന്ത്യയുടെ സിറ്റുവേഷൻ ഇസ് വെരി ഡിഫറെൻറ്റ്. അവിടെ എന്തില്ല, ഈ പറയുന്ന സംഗതികളില്ല. മെറ്റേണൽ ഹെൽത്തും പ്രശ്നത്തിലാണ്. അതുകൊണ്ട് ഇൻഡെക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്തു എന്ന് മാത്രം. ക്ലിയർ ആയോ? അതുകൊണ്ട് ഈ കോൺടെക്സ്റ്റിൽ വായിച്ചു MB's calculation ആൽക്കൈൽ ഫോസ്ഫേറ്റ് മെറ്റോളജി which is very correct. ടെക്നിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റാണ്. എന്താണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റാണ്. അത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് മാത്രമല്ല, ഇന്ത്യയുടെ ഇൻഡെക്സും നീതി ആയോഗിന്റെ ഇൻഡെക്സും ഇതാണ് യൂസ് ചെയ്യുന്നത്. മെറ്റോളജി ഏതാണ്? MBA calculated നീതി ആയോഗ് has a total of 12 indicators. കറക്റ്റ് ആണോ? യെസ്.
മെറ്റേണൽ ഹെൽത്ത് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ് ആർ കോമൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദി MPI. ആയിരിക്കുമോ? യുഎന്നിന്റെയും നമ്മുടെ മെറ്റേണൽ ഹെൽത്തും ബാങ്ക് അക്കൗണ്ട് വേണോ? അല്ല ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് കിട്ടിയോ? അതാണ് കോണ്ടെക്സ്റ്റ്. അങ്ങനെ ആൻസർ പറയൂ. 3 is wrong, 2 is correct, 1 is correct. Answer is 1 and 2. So here we അങ്ങനെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാസ് ആവും. ഇന്ന് ഞാനിപ്പോൾ സംസാരിച്ചില്ലേ, ഞാനിപ്പോൾ 25 ക്വസ്റ്റ്യൻസ് എടുത്തുള്ളൂ, മറ്റു അധ്യാപകർ വേറെ 25 ക്വസ്റ്റ്യൻസ് ഇത് എടുത്തു. സോ ദി ഐഡിയ ഹിയർ ഇസ് ദീസ് തിങ്സ് വിച്ച് ഐ എക്സ്പ്ലെയിൻ വിൽ ബി ആക്ച്വലി ഹാപ്പനിങ് ഇൻ യുവർ ബ്രെയിൻസ് വൈൽ റൈറ്റിംഗ് ദി എക്സാമിനേഷൻ. ക്ലിയർ ആണ്? ഓക്കെ ഗൈസ്, സോ ഇത് നിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിക്കേണ്ട. കട്ട് ഓഫ് പ്രൊഡിക്ഷൻ ഞാൻ പറയുന്നില്ല. ഐ തിങ്ക് കട്ട് ഓഫ് വിൽ ബി സംവെയർ അറൗണ്ട് 78 ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നോട്ട് ഷുവർ. ഇതൊരു പ്രൊഡിക്ഷൻ ആയിട്ടൊന്നും എടുക്കേണ്ട. എൻ്റെ ഒരു പേഴ്സണൽ അസസ്മെൻറ്റാണ്. ഇതൊരു അക്കാഡമിയുടെ അസസ്മെൻ്റ് അല്ല, എൻ്റെ ഒരു പേഴ്സണൽ അസസ്മെൻറ്റിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഇറ്റ് വാസ് 2023 നടത്തിയ എക്സാമിനേഷന്, സിവിൽ സർവീസിൻ്റെ എക്സാമിനേഷന് CSAT വാസ് ഡിറ്റർമൈനിങ് ഫാക്ടർ. ബിക്കോസ് CSAT എക്സാമിനേഷൻ വാസ് വെരി ഡിഫിക്കൽട്ട് അന്ന്. അതുകൊണ്ട് കട്ട് ഓഫ് റേഞ്ച് റിയലി ഡൗൺ. ഇറ്റ് വെന്റ് അപ് ടു 74, 75 റേഞ്ചിൽ വന്നു. പക്ഷെ ഇത്തവണ CSAT വാസ് റിലേറ്റീവ്ലി ഈസി ആൻഡ് ദി ക്വസ്റ്റ്യൻസ് പീപ്പിൾ ഹു വുഡ് ആക്ച്വലി കോംപ്രിഹെൻഡ് വാട്ട് ദി ക്വസ്റ്റ്യൻ ഇസ് ഓൾ അബൌട്ട് ആൻഡ് അവർ കൂളായിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്ത് ചെയ്യാം, കുറച്ച് മാർക്ക് മേടിക്കാം. മാത്രമല്ല എന്തായാലും 14,000 ആൾക്കാരെ UPSC എടുക്കുന്നുണ്ടല്ലോ ഇതിന്. അതുകൊണ്ട് ഒരു പശ്ചാത്തലം. പിന്നെ മറ്റൊരു പശ്ചാത്തലം, ഈ വർഷം തൊട്ട് റിപ്പീറ്റേഴ്സിന്, അതായത് സർവീസിൽ ഓൾറെഡി കയറിയ റിപ്പീറ്റേഴ്സിന് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കൊടുക്കാനൊക്കില്ല. അവർക്ക് ഒരു എക്സ്ട്രാ അറ്റംപ്റ്റ് മാത്രമേ എടുക്കാനൊക്കെ ഉള്ളൂ. സോ അത് തന്നെ ഏകദേശം 10,000-ഓളം സീരിയസ് ആസ്പിറൻസിൻ്റെ എണ്ണം കുറവ് വന്നിട്ടുണ്ട്. വിച്ച് യൂഷ്വലി മെയിൻസ് എഴുതുന്ന 10,000 പേരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് കൂടെ നോക്കുമ്പോൾ കട്ട് ഓഫ് ഒരു എനിക്കൊരു 75 വരെ ഒന്നും പോകാൻ സാധ്യതയില്ല. ഇറ്റ് ഷുഡ് ഗോ അപ് ടു സംവെയർ അറൗണ്ട് 80 or 78 എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ സാധനം മാത്രമാണ്. ഇത് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ഇടുന്ന ഒരു രീതിയിലാണ്. ശരി.